हरि ओम हरि ओम। नारायण। ओम शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्चार्तेष्वभिज्ञस्वराड् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो मृषा दाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्मः प्रोज्झितकैतवोऽत्र परमो निर्मत्सराणां सतां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनम्। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तल्क्षणात्। निगमकल्पतरोर्गलितं बलं सुखमुखादमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव। पुत्रेदि तन्मयतयादरभोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितितीर्षदां तमोन्दम् संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनाम्। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः। देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। भूतैर्महद्भिरेय इमा पुरो विभुः निर्मायशेते यदमूषु पूरुषः। भुङ्क्ते गुणान् षोडशात्मकः सोऽलङ्कृषीष्ट भगवान् भजांसि मे। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। वातालयेशमनिशं हृदि भावयामि। ॐ नमो भगवते वासुदेवाय। ॐ श्रीकृष्णपरमात्मने नमः। ॐ नमो नारायणाय। ॐ नमः परमऋषिभ्यो नमः परमऋषिभ्यः।
ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ നാരായണ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും ഏകാദശി ആശംസകൾ. ഭാഗവത ജ്ഞാനഗംഗ പ്രവാഹം അതിൽ 200ാമത്തെ ദിവസം എന്ന ഒരു നാഴികക്കല്ല് പിൻകടക്കുകയാണ്. 200 ദിവസം, 200 ക്ലാസ്സുകൾ കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ 199 കഴിഞ്ഞ് ഇന്ന് 200ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ തുടങ്ങിയത് 2020 വിഷുവിനോടനുബന്ധിച്ചാണ്. 2020 വിഷുവിന് മാഹാത്മ്യം ആരംഭിച്ചു. 25 ക്ലാസ്സുകൾ കൊണ്ട് മാഹാത്മ്യം കഴിഞ്ഞു. പിന്നീട് വൈശാഖ മാസം ആരംഭിച്ചപ്പോഴാണ് ക്ലാസ് ആരംഭിച്ചത്, നമ്മുടെ ഭാഗവതം ആരംഭിച്ചത്. ഇടയ്ക്കിടയ്ക്ക് പല തിരക്കുകൾ കാരണം ക്ലാസ്സുകൾ മുടങ്ങിയിട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാതെ ഇന്നേക്ക് 200ാമത്തെ എപ്പിസോഡിലെത്തി നിൽക്കുകയാണ്. ഇനിയും എത്ര 200കൾ കടക്കാനുണ്ട്? ചുരുങ്ങിയത് 1200എങ്കിലും കടക്കേണ്ടി വരും. ഇപ്പോൾ തൃതീയ സ്കന്ധമേ ആയിട്ടുള്ളൂ. ഇനിയും വലിയ വലിയ സ്കന്ധങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ, വലിയ വിഷയങ്ങളും വരാനിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 6 വർഷം അല്ലെങ്കിൽ 7 വർഷം വരെ എടുക്കാവുന്നതാണ്. ഇടയ്ക്കൊക്കെ എങ്ങനെയൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ മുടങ്ങുന്നുവോ അതിനനുസരിച്ചിരിക്കും. മുടങ്ങാതിരിക്കട്ടെ, പരമാവധി മുടങ്ങാതെ നമുക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കാം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇതിൽ 200 ക്ലാസ്സുകളിലും പങ്കെടുത്ത ആളുകൾ ധാരാളമുണ്ട്. ആദ്യം തൊട്ടേ ഉള്ളവരുണ്ട്. പിന്നീട് വന്ന് ചേർന്ന് ആദ്യം തൊട്ട് ശ്രദ്ധയോടെ കേൾക്കുകയും ഒപ്പം എത്തുകയും ചെയ്ത 200 ക്ലാസ്സുകളും പിന്നിട്ട് ഒപ്പം എത്തിയ ആളുകളും ധാരാളമുണ്ട്. പിന്നെ ആദ്യത്തേത് ചിലത് നഷ്ടപ്പെട്ട് അതിലേക്ക് പോകാതെ കിട്ടിയവിടുന്ന് പിന്തുടരുന്ന ആളുകളും ഉണ്ടാവും. ഈ അടുത്ത കാലത്ത് വന്ന് ചേർന്നവരും ഉണ്ടാവും. അവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും പഴയതൊക്കെ ഒന്ന് കാണണം, സമയം കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടാവും. എന്തായാലും പരിശ്രമിച്ച് പഴയതെല്ലാം കാണുക. ഭാഗവത മാഹാത്മ്യം മുതൽക്ക് പ്രഥമസ്കന്ധം മുതൽക്കുള്ളത് ഒഴിവുപോലെയൊക്കെ ഓരോ ദിവസം ഓരോ ക്ലാസ് വെച്ചെങ്കിലും വൈകുന്നേരങ്ങളിലൊക്കെ കേൾക്കുക, കാണുക. അപ്പോൾ ഭാഗവതത്തെക്കുറിച്ച് ഒരു സമ്പൂർണമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു കിട്ടും. ഒരു സംശയവുമില്ലാതെ നമുക്ക് ഭാഗവതം എന്താണെന്ന് ആര് ചോദിച്ചാലും ആർക്കും പറഞ്ഞു കൊടുക്കാനും സാധിക്കും. പിന്നീട് നമ്മൾ ഓരോരുത്തരും ഇത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ മറ്റുള്ളവർക്കും ക്ലാസ്സുകൾ എടുക്കാവുന്നതാണ്. എത്രത്തോളം അവനവന് കോൺഫിഡൻസ് ആയോ, എത്രത്തോളം ഉള്ളിലേക്ക് ഭാഗവതത്തെക്കുറിച്ച് ഉറപ്പ് കിട്ടിയോ, അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഉത്തമമാണ്. അപ്പോൾ കൂടുതൽ ഉറയ്ക്കും. ഭഗവാൻ തന്നെ ഉദ്ധവനോട് ദക്ഷിണ എന്താണെന്ന ചോദ്യത്തിന് ദക്ഷിണ ജ്ഞാനസന്ദേശ എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ദക്ഷിണ എന്നാൽ ജ്ഞാനസന്ദേശമാണ്. അപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന ആളുകൾ ഓരോരുത്തരും എന്താണ് സ്വാമിക്ക് ദക്ഷിണ തരേണ്ടത് എന്ന് ചോദിച്ചാൽ സ്വാമിക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ്. ദക്ഷിണ ജ്ഞാനസന്ദേശ. നിങ്ങൾക്ക്
ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമെങ്കിൽ വ്യക്തമായി വൃത്തിയായി വായിക്കാനും അതിൻ്റെ അർത്ഥവും സാരവുമൊക്കെ പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കുക. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ അതിൽ ഉറപ്പ് വരും. ഇനി അങ്ങനെ തീരെ അതിന് സാമർഥ്യമില്ലാത്തവരാണെന്ന് തോന്നുന്നുണ്ടെങ്കിലോ നമ്മുടെ ക്ലാസ്സുകൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇതിൻ്റെ പ്രത്യേകതകളെ, സവിശേഷതകളെ, മാഹാത്മ്യത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ വേറെ എവിടെയും കിട്ടില്ല എന്നുള്ളത് ഉറപ്പ് പറഞ്ഞുകൊണ്ട് കുറച്ചൊന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പരമാവധി ആളുകൾക്ക്, നിങ്ങളുടെ പരിചയമുള്ള ആളുകൾക്കൊക്കെ, പല ഗ്രൂപ്പുകളിലും നിങ്ങൾ അംഗങ്ങളായിരിക്കും, ആ ഗ്രൂപ്പുകളിലുള്ളവരോടൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ മുഴുവൻ കേൾക്കാൻ പറയുന്നില്ല, ഒരു 3-4 ക്ലാസ്സുകൾ കേൾക്കൂ, എന്നിട്ട് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി എന്ന് അവർക്ക് ഓപ്ഷൻ കൊടുക്കാം. നിർബന്ധിച്ച് നോക്കൊന്നും ചെയ്യിക്കണ്ട. പക്ഷെ അവർക്ക് അറിഞ്ഞില്ല എന്ന് പറയരുത്. അതിന് നമ്മൾ അതിൻ്റെ പ്രത്യേകതകൾ എടുത്തു പറഞ്ഞ്, മാഹാത്മ്യം എടുത്തു പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഗുരുദക്ഷിണ. ഇത് ചെയ്യാൻ ശ്രമിക്കുക. പരമാവധി ആളുകളിലേക്ക് ഈ ക്ലാസ്സുകളുടെ ലിങ്കുകൾ അയച്ചു കൊടുത്ത് അതോടൊപ്പം നിങ്ങളുടെ വാക്കുകളും കൂടി അതിൽ കൊടുക്കുക. നിങ്ങളുടെ അനുഭവത്തിൽ നിന്നുള്ള വാക്കുകൾ കൊടുക്കുക. അതിശയോക്തിയൊന്നും പറയണ്ട, ഇല്ലാത്തതൊന്നും പറയണ്ട. എന്താണ് നിങ്ങൾ അനുഭവിച്ചത്, എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ലാഭം, അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് താല്പര്യം ഉണ്ടാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 200-ാം എപ്പിസോഡ് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കപിലോപദേശം നമ്മൾ ഇന്നലെ ആരംഭിച്ചു. 3-4 ശ്ലോകങ്ങളെ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ തുടർച്ച വീണ്ടും കാണാം. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എല്ലാവരോടും എൻ്റെയും കൃതജ്ഞത. കാരണം നിങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി വരുന്നത് കൊണ്ടാണ് എനിക്കും ഇത് മുടങ്ങാതെ ആവേശത്തോടുകൂടെ പറയാനുള്ള ആ ഒരു ഉത്സാഹമുണ്ടാകുന്നത്. നാരായണ. നമ്മൾ ശ്രീമദ് ഭാഗവതം 3ാം സ്കന്ധത്തിലെ 25-ാം അധ്യായത്തിലാണ്. ആ 25-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നമുക്ക് കുറച്ച് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നമോ നാരായണായ. നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ 3ാം സ്കന്ധേ 25-തമോऽധ്യായഃ. ശൗനക ഉവാച. കപിലസ്തത്വസംഖ്യാതാ ഭഗവാനാത്മമായയാ ജാതസ്വയമജഃ സാക്ഷാദാത്മപ്രജ്ഞപ്തയേ നൃണാം. നഹ്യസ്യ വഷ്മണഃ പുംസാം വരിംണഃ സർവയോഗിനാം. വിശ്രുതൗ ശ്രുതദേവസ്യ ഭൂരി തൃപ്യന്തി മേ അസവഃ. യദ്യദ്വിധത്തെ ഭഗവാൻ സ്വച്ഛന്ദാത്മാത്മമായയാ. താനി മേ ശ്രദ്ധദാനസ്യ കീർത്തന്യാനി അനുകീർത്തയാം. സൂത ഉവാച. ദ്വൈപായന സഖസ്ത്വേവം മൈത്രേയോ ഭഗവാൻ തദാ പ്രാഹേതം വിദുരം പ്രീത ആന്വേക്ഷിക്യാം പ്രചോദിതഃ. മൈത്രേയ ഉവാച. പിതരി പ്രസ്ഥിതേ അരണ്യം മാതുഃ പ്രിയചികീർഷയാ. തസ്മിൻ ബിന്ദുസരേ വാൽസീത് ഭഗവാൻ കപിലഃ കില. തമാസീനമകർമാണം തത്വമാർഗാഗ്രദർശനം. സ്വസുതം ദേവഹൂത്യാഃ ദാതുഃ സംസ്മരതീവ ച. ദേവഹൂതിരുവാച. നിർവിണ്ണാനിതരാം ഭൂമൻ അസദിന്ദ്രിയദർശനാത് യേന സംഭാവ്യമാനേന പ്രപന്നാന്ധം തമഃ പ്രഭോ. തസ്യ ത്വം തമസോന്തസ്യ ദുഷ്പാരസ്യാദ്യപാരകം സച്ചക്ഷുർജന്മനാ മന്ദേ ലബ്ധം മേ ത്വദനുഗ്രഹാത്. യ ആദ്യോ ഭഗവാൻ പുംസാമീശ്വരോ വൈ ഭവാൻ കില. ലോകസ്യ തമസാന്തസ്യ ചക്ഷുഃ സൂര്യൈവോദിതഃ. അഥ മേ ദേവസമ്മോഹം അപാക്രഷ്ടും ത്വമർഹസി. യോ വഗ്രഹോഹം മമേതീതി ഏതസ്മിൻ യോജിതസ്ത്വയാ.
തം ത്വാ ഗദാഹം ശരണം ശരണ്യം സ്വഭൃത്യ സംസാരതരോ കുഠാരം ജിജ്ഞാസയാഹം പ്രകൃതേഃ പുരുഷസ്യ നമാമി സദ്ധർമ്മവിദാം വരിഷ്ഠം. ശ്രീ മൈത്രേയ ഉവാച ഇതി സ്വമാതുർനിരവദ്യമിത്സിതം നിശമ്യ പുംസാം അപവർഗവർദ്ധനം ദിയാഭിനന്ദ്യാത്മവതാം സതാംഗതിഃ ബഭാഷൈഷസ്മിതശോഭിതാനനഃ. ശ്രീഭഗവാനുവാച യോഗ ആധ്യാത്മികഃ പുംസാം മതോ നിശ്രേയസായ മേ അത്യന്തോ ഭരതിർയത്ര ദുഃഖസ്യ ച സുഖസ്യ ച തമിമം തേ പ്രവക്ഷ്യാമി യമവോചം പുരാണമലോപാദിഭിർമലൈഃ വീതം തദാ പുരുഷ ആത്മാനം കേവലം പ്രകൃതേഃ പരം നിരന്തരം സ്വയം ജ്യോതിഃ അണിമാനം അഖണ്ഡിതം ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയുക്തേന ചാത്മനാ പരിപശ്യത്യുദാസീനം പ്രകൃതിം ച ഹതൗജസം. ന യുജ്യമാനയാ ഭക്ത്യാ ഭഗവത്യഖിലാത്മനി സദൃശോസ്തി ശിവഃ പന്ഥാ യോഗിനാം ബ്രഹ്മസിദ്ധയേ പ്രസംഗമചരം പാശം ആത്മനഃ കവയോ വിദുഃ സയേവ സാധുഷു കൃതോ മോക്ഷദ്വാരമപാവൃതം. തിതിക്ഷവഃ കാരുണികാഃ സുഹൃദഃ സർവദേഹിനാം അജാതശത്രവഃ ശാന്താഃ സാധവഃ സാധുഭൂഷണാഃ മയി അനന്യേന ഭാവേന ഭക്തിം കുർവന്തി യേ ദൃഢാം മത്കൃതേ ത്യക്തകർമാണഃ ത്യക്തസ്വജനബാന്ധവാഃ മദാശ്രയാ കഥാ മൃഷ്ടാഃ ശൃണ്വന്തി കഥയന്തി ച തപന്തി വിവിധാസ്താപാ നൈതാൻ മദ്ഗതചേതസഃ തയേതേ സാധവഃ സാധ്വീ സർവസംഗവിവർജിതാഃ സംഗസ്തേഷ്വദതേ പ്രാപ്ത്യഃ സംഗദോഷഹരാഹിതേ. സതാം പ്രസംഗാത് മമ വീര്യസംവിതോ ഭവന്തി ഹൃത്കർണരസായനാ കഥാഃ തജ്ജോഷണാദാശു അപവർഗവത്മനി ശ്രദ്ധാരതിർഭക്തിരനുക്രമിഷ്യതി. ഭക്ത്യാ പുമാൻ ജാത വിരാഗ ഐന്ദ്രിയാത് ദൃഷ്ടശ്രുതാത് മദ്രചനാനുചിന്തയാ ചിത്തസ്യ യത്തോ ഗ്രഹണേ യോഗയുക്തോ യതിഷ്യത്തെ ഋജുഭിർയോഗമാർഗൈഃ. അസേവയായം പ്രകൃതിർഗുണാനാം ജ്ഞാനേന വൈരാഗ്യവിജൃംഭിതേന യോഗേന മയ്യർപ്പിതയാ ച ഭക്ത്യാ മാം പ്രത്യഗാത്മാനം ഇഹാവരുന്ധേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുസ്വാഗതം, ഒരിക്കൽ കൂടെ ഏകാദശി ആശംസകൾ. നമ്മുടെ ജ്ഞാനഗംഗയുടെ 200ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതവും അഭിനന്ദനങ്ങളും. നാരായണ. ഇപ്പോൾ ഇന്നലെ നമ്മൾ ഭഗവാന്റെ ഉപദേശം ആരംഭിച്ചു. 13, 14, 15, 16 4 ശ്ലോകങ്ങളാണ് ഇന്നലെ ആകെ കണ്ടത്. കാരണം ഗംഭീരമായിട്ടുള്ള ഉപദേശങ്ങളാണ്. ഇപ്പം നമ്മൾക്കിനി കഥ പറയും പോലെയുള്ള വേഗത്തിൽ പോകാൻ പറ്റില്ല. കാരണം വെറുതെ വാച്യാർത്ഥം പറഞ്ഞിട്ട് പോയാൽ ആർക്കും അതൊന്നും ഉൾക്കൊള്ളാനാവില്ല. അപ്പോൾ ഓരോ പദങ്ങളുടെയും ആന്തരികാർത്ഥം, ലക്ഷ്യാർത്ഥം അത് നമ്മൾ വിചാരം ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് അതിൻ്റെ പ്രയോജനം നമുക്ക് വേണ്ടതുപോലെ കിട്ടുക. അപ്പോൾ നമുക്ക് ഓരോ ശ്ലോകത്തിലും എന്തൊക്കെയാണ് കാണേണ്ടത് അതൊക്കെ കണ്ടിട്ട് തന്നെ പോകാം. നമുക്ക് ആരെയും ഒന്നും ബോധ്യപ്പെടുത്താനില്ല. നമുക്ക് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ കഴിച്ചോളണമെന്ന് യാതൊരു നിയമങ്ങളും പരിമിതികളും നമ്മൾ വെച്ചിട്ടില്ല. ആസ്വദിച്ച് പോവാം. യാതൊരു കണ്ടീഷനും ഇല്ലാതെ പരമാവധി നമുക്ക് ആസ്വദിച്ചുകൊണ്ട് പോകാം. തിരക്കില്ലാതെ പോകാം. റിലാക്സ്ഡ് ആയിട്ട് പോകാം.
ഇപ്പോൾ 4 ശ്ലോകങ്ങൾ. ഒന്നാമത്തെ ശ്ലോകം ശ്രീ ഭഗവാനുവാച യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേയസായ മേ അത്യന്തോപരതിര്യത്ര ദുഃഖസ്യ ച സുഖസ്യ ച. അമ്മയോട് ഭഗവാൻ ഉപദേശം ആരംഭിച്ചത്, എൻ്റെ അഭിപ്രായത്തിൽ മേ മതഃ പുംസാം നിശ്രേയസായ, മനുഷ്യർക്ക് പരമമായ ശ്രേയസ്സിനായിക്കൊണ്ട്, മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും പരമമായിട്ടുള്ള സാഫല്യത്തെയാണ് ഈ ശ്രേയസ് എന്ന് പറയുന്നത്. ഏതൊരു അവസ്ഥയെ പ്രാപിച്ചാൽ പിന്നെ നമുക്ക് വേറൊന്നും വേണ്ടാതെയാവുന്നുവോ, ഇനി ഒന്നും നേടാനില്ല, ഒന്നും നഷ്ടപ്പെടുകയുമില്ല, ഒരു ഭയവുമില്ല, ഒരു ഡിപ്പെൻഡൻസിയുമില്ല, പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ആ ഒരവസ്ഥയ്ക്കാണ് ഈ നിശ്രേയസം എന്ന് പറയുന്നത്. ആനന്ദമാണ് അവിടെ. ആ ആനന്ദത്തിന്, എല്ലാ ഭയവും നീങ്ങിയ പരിപൂർണ സ്വാതന്ത്ര്യത്തിൻ്റെ ആ അവസ്ഥയ്ക്ക് എന്താണ് ചെയ്യേണ്ടത്? പുംസാം നിശ്രേയസായ ആധ്യാത്മിക യോഗ. ആധ്യാത്മികമായ യോഗം എന്ന് പറഞ്ഞാൽ ആത്മതത്വവുമായി നമ്മുടെ ചേർച്ച, ഇപ്പോഴുള്ള നമ്മുടെ ജീവഭാവം അതിൻ്റെ സ്രോതസ്സായ ഈശ്വര ചൈതന്യവുമായി ഒന്നാണെന്നുള്ളതായിട്ടുള്ള ഉറപ്പിലിരിക്കുക. ഞാൻ ഈശ്വരനിൽ നിന്ന് ഭിന്നനല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ ആ പരമസത്യവും ഞാനും രണ്ടല്ല. ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരഭൂതമായ സത്യം. സത്യം പരം ധീമഹി എന്ന് ഞാൻ പറയുമ്പോൾ എവിടെയോ ഇരിക്കുന്ന ഏതോ സത്യത്തെ അല്ല ഞാനിവിടെ അനുസന്ധാനം ചെയ്യുന്നത്, ഞാൻ തന്നെയായ സത്യത്തെയാണ് ഞാൻ അനുസന്ധാനം ചെയ്യുന്നത്. ഈ അനുസന്ധാനം ചെയ്യുന്ന സത്യം ഞാൻ തന്നെയാണ്, എൻ്റെ തന്നെ സ്വരൂപമാണ്. ആ സത്യത്തെ ഞാൻ അറിയുന്നതോട് കൂടിയിട്ടാണ് എനിക്ക് ഈ ലോകം എൻ്റെ തന്നെ വിഭൂതിയായി മാറുന്നത്. ഞാൻ തന്നെയാണ് ഈ ലോകം, എന്നിൽ നിന്ന് അന്യമായിട്ട് ഈ ലോകത്തിലൊന്നുമില്ല. ആ ഉറപ്പ് എനിക്ക് കിട്ടുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ലോകത്തിലെ എല്ലാവരെയും സ്നേഹിക്കാനല്ലാതെ ആരെയും വെറുക്കാൻ എന്നെ കൊണ്ട് ആവുകയില്ല. എല്ലാവർക്കും ഹിതം പ്രവർത്തിക്കാനല്ലാതെ ആർക്കും അഹിതം പ്രവർത്തിക്കുവാൻ, ആർക്കും ദ്വേഷം ചെയ്യുവാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല. അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരും സുഖമായിരിക്കണം എന്നുള്ള ആ ദൃഢമായ സങ്കല്പത്തോടുകൂടെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ആ ഒരു ഉറപ്പോടുകൂടെ എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരാലും സ്നേഹിക്കപ്പെട്ടുകൊണ്ടും, അറിവില്ലാത്തവർ ചിലപ്പോൾ നമ്മളെ സ്നേഹിച്ചു എന്ന് വരില്ല, അവരെ നമുക്ക് ക്ഷമിക്കാം. അവരോട് നമ്മളെ മത്സരിച്ചുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകളുണ്ടാവും, അവരോടൊക്കെ നമുക്ക് പൊറുക്കാം. നമ്മളെ മനസ്സിലാവാതെ, നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നത് മനസ്സിലാവാതെ ഇങ്ങോട്ട് എപ്പോഴും നമ്മളെ അസൂയ കൊണ്ടോ വേറെ ഏതെങ്കിലും മത്സര ബുദ്ധി കൊണ്ടോ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാകും. അവരോടൊക്കെ നമുക്ക് ക്ഷമിക്കാം. പാവങ്ങൾ, അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ക്ഷമിക്കാം. അങ്ങനെ ആ ഒരു അവസ്ഥയാണ് ഇവിടുത്തെ നിർവാണം അല്ലെങ്കിൽ നിശ്രേയസം, മോക്ഷം എന്നൊക്കെ പറയുന്ന ആ ഒരവസ്ഥ. അപ്പം അതിനായിക്കൊണ്ട് ആധ്യാത്മിക യോഗ, ആത്മാവുമായിട്ടുള്ള ഐക്യം, ആത്മസ്വരൂപവുമായിട്ടുള്ള ഐക്യമാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇപ്പോൾ രണ്ടെന്ന് കരുതിയിരിക്കുന്ന ജീവനും ഈശ്വരനും വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ്. സ്വർണവും ആഭരണവും വേറെ വേറെയല്ല, സമുദ്രവും തിരകളും വേറെ വേറെയല്ല, മണ്ണും പാത്രങ്ങളും വേറെ വേറെയല്ല, നൂലും വസ്ത്രങ്ങളും വേറെ വേറെയല്ല,
നൂല് തന്നെയാണ് വസ്ത്രരൂപത്തിലിരിക്കുന്നത്, മണ്ണ് തന്നെയാണ് പാത്രങ്ങളുടെ രൂപത്തിലിരിക്കുന്നത്, ജലം തന്നെയാണ് തരംഗങ്ങളുടെ രൂപത്തിലിരിക്കുന്നത്, സ്വർണം തന്നെയാണ് ആഭരണ രൂപങ്ങളിൽ ഇരിക്കുന്നത്. അതുപോലെ ആ ആത്മതത്വം അത് തന്നെയാണ് വിവിധ ശരീരങ്ങളായിരിക്കുന്നത്. ഈ ഓരോ ശരീരത്തിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈശ്വര ചൈതന്യം ഇല്ല. ഒരേ ഒരു ചൈതന്യം, ഒറ്റ ചൈതന്യം തന്നെ എല്ലാ ശരീരങ്ങളെയും പ്രകാശിപ്പിക്കുന്നു, നിലനിർത്തുന്നു. എല്ലാ ശരീരത്തിലും വ്യാപിച്ചിരിക്കുന്ന ആ ഒരു ചൈതന്യം, ആ ചൈതന്യമാണ് ഞാൻ എന്നതാണ് ഇവിടുത്തെ ആധ്യാത്മിക യോഗ. അതിനുള്ള തടസ്സങ്ങളെ നീക്കാനുള്ള പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം. നമ്മുടെ എല്ലാ സാധനങ്ങളും, അത് കർമ്മയോഗമാകട്ടെ, ഭക്തിയോഗമാകട്ടെ, ജ്ഞാനയോഗമാകട്ടെ, എല്ലാ യോഗങ്ങളും ഈ ഐക്യത്തിന് മറയുണ്ടാക്കുന്ന, തടസ്സമുണ്ടാക്കുന്ന ഘടകങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യന്ത ഉപരതിയത്ര ദുഃഖസ്യച സുഖസ്യച. ഈ ആധ്യാത്മിക യോഗത്തിന്റെ ലക്ഷണം എന്താണ്? നമ്മൾ ആധ്യാത്മിക യോഗത്തെ പ്രാപിച്ചിരിക്കുന്നു, ആ ഒരു അവസ്ഥയെ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവിടുത്തെ ലക്ഷണം? അവിടെ ദുഃഖവും സുഖവും ഉപരമിച്ചിരിക്കുന്നു, എന്നേക്കുമായി പിൻവാങ്ങിയിരിക്കുന്നു. ഭൗതികമായ ഏത് സാഹചര്യങ്ങളും പ്രതികൂലമായിക്കോട്ടെ, ഈ അറിവ് നേടിയ ആ മഹാന് അതൊന്നും പ്രശ്നമേ അല്ല. തൻ്റെ ദേഹമാകട്ടെ, താൻ ഏതൊരു ദേഹത്തിൽ നിന്നാണോ ഈ ഒരു ജ്ഞാനം നേടിയത്, ജ്ഞാനം നേടിയതിന് ശേഷം പിന്നെ ആ ദേഹത്തിൽ മാത്രമല്ല ആ മഹാത്മാവിന് അഭിമാനം. അപ്പോൾ ആരംഭത്തിൽ ഈ ഒരു ശരീരത്തിൽ നിന്നാണ് തുടങ്ങിയത് എന്ന് മാത്രം, ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ്. പിന്നെ എല്ലാ ശരീരങ്ങളും ഞാനാണെന്ന് അയാൾ സാക്ഷാത്കരിക്കുകയാണ്. സർവഭൂതേഷു ഭഗവത് ഭാവം, എല്ലാ ഭൂതങ്ങളിലും ഈശ്വരഭാവം അല്ലെങ്കിൽ ആത്മഭാവം, ആ ഒരു ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ അവിടെ ദുഃഖവുമില്ല, സുഖവുമില്ല, ഏത് പരിതസ്ഥിതിയും സമാവസ്ഥ, ആനന്ദം മാത്രം. അത്യന്ത ഉപരതിയത്ര ദുഃഖസ്യച സുഖസ്യച. അപ്പോൾ ഇതാണ് നമ്മൾ പ്രാപിക്കേണ്ട ലക്ഷ്യം, ആധ്യാത്മിക യോഗം. ആ യോഗം അത് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരാം. തമിമം പ്രവക്ഷ്യാമി യം അവോചം പുരാനഘേ ഋഷീണാം ശ്രോതുകാമാനാം യോഗം സർവാംഗ നൈപുണം. ഹേ അനഘേ, അല്ലയോ പാപരഹിതയായിരിക്കുന്നവളെ, അന്ധക്കരണ ശുദ്ധി വന്നവളെ, യോഗ്യത നേടിക്കഴിഞ്ഞവളെ, ഇത്രയും കാലത്തെ തപോനിഷ്ഠമായിട്ടുള്ള ജീവിതം കൊണ്ട്, പാതിവ്രത്യനിഷ്ഠയോടുകൂടിയ ജീവിതം കൊണ്ട് നീ ശുദ്ധിയെ പ്രാപിച്ചിരിക്കണു, അന്ധക്കരണ ശുദ്ധിയെ പ്രാപിച്ചിരിക്കണു. അതുകൊണ്ട് അനഘേ, പണ്ട് ഞാൻ ശുശ്രൂഷുക്കളായ ഋഷീശ്വരന്മാർക്ക് ഏതൊരു യോഗത്തെ ഉപദേശിച്ചുവോ അതേ യോഗം അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരാം. സർവാംഗ നൈപുണം, എല്ലാ നൈപുണ്യം സാമർഥ്യവും ഉള്ളതാണ്, ഒരു കുറവുമില്ലാത്തതായിട്ടുള്ള അപൂർണമായിട്ടുള്ള യോഗത്തെ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ മുമ്പ് ഞാൻ ഋഷീശ്വരന്മാർക്ക് വേദരൂപത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ മറ്റു പല അവതാരങ്ങളിലൂടെ, പല ഉപദേശങ്ങളിലൂടെ കൊടുത്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട്, ആമുഖം പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരുന്നു. ചേതകൽവസ്യ ബന്ധായ മുക്തയേ ച ആത്മനോ മതം ഗുണേഷു സക്തം ബന്ധായ രതം വാ പുംസി മുക്തയേ. അസ്യ ബന്ധായ മുക്തയേ ച ചേതഃ ഖലു കാരണം ഇതി മേ മതം. ആത്മനോ മതം, ആത്മനോ മതം, ആത്മനഃ മമ മതം, എന്റെ അഭിപ്രായം. ഒരു വ്യക്തിയുടെ, അസ്യ ഒരു ജീവന്റെ, ബന്ധായ ബന്ധത്തിനും മുക്തയെ മുക്തിക്കും കാരണമായിരിക്കുന്നത് ചേതഃ ഖലു, അവന്റെ ചേതസ്സാണ്. അവന്റെ ചേതസ് എന്ന് പറയുമ്പോൾ അന്ധക്കരണത്തെ മൊത്തത്തിൽ പറയാം. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എല്ലാം ചേർന്ന ആ ചേതസ് എന്ന് വെച്ചാൽ അവന്റെ ഇതുവരയ്ക്ക് ആർജിച്ചിട്ടുള്ളതായിട്ടുള്ള സർവ സംസ്കാരങ്ങളുടെയും ആ ഒരു
സഞ്ചയം, ഒരു സമുച്ചയം. ചിത്തത്തിലാണ് അവന്റെ ഇത്രയും കാലത്തെ അറിവുകൾ, അനുഭവങ്ങൾ എല്ലാം അവൻ വാസനാരൂപത്തിൽ സഞ്ചയിച്ചു വെച്ചിരിക്കുന്നത്. ആ ചിത്തത്തിന് അനുസരിച്ചാണ് അവന്റെ മനസ്സിലെ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളുമൊക്കെ. ആ ചിത്തത്തിനനുസരിച്ച് തന്നെയാണ് ഇപ്പോഴുള്ള വർത്തമാനകാലത്ത് കാണുന്ന ചുറ്റുപാടുകളോട് അവന്റെ ബുദ്ധി വിലയിരുത്തുന്നത്, പ്രതികരിക്കുന്നത് എല്ലാം. ആ ചിത്തമാണ് അതിൻ്റെ എല്ലാം നിയന്ത്രണം നടത്തുന്നത്. കാരണം ചിത്തത്തിലാണ് ഇവന്റെ മുൻ അറിവുകൾ മുഴുവൻ സഞ്ചയിച്ചു വെച്ചിരിക്കുന്നത്. വാസനകളുടെ, ജ്ഞാനത്തിന്റെ, ഓർമ്മകളുടെ മുഴുവൻ ഡാറ്റാ ബാങ്കാണ് ഈ ചിത്തം. ഈ ഡാറ്റാ ബാങ്കിനനുസരിച്ചാണ് ഓരോ വ്യക്തികളുടെയും സ്വഭാവം, സംസ്കാരം. അപ്പോൾ ഒരേ സാഹചര്യത്തിൽ തന്നെ ജീവിക്കുന്ന പല വ്യക്തികൾ പല രീതിയിൽ പല അനുഭവങ്ങളെ നേരിടുന്നത്, പ്രതികരിക്കുന്നത് ഒക്കെ എന്തുകൊണ്ട് എന്നാണെങ്കിൽ അവന്റെ ചിത്തത്തിലെ അറിവുകളാണ്, അവന്റെ വാസനകളാണ്, അവൻ ഇത്രയും കാലം സഞ്ചയിച്ച സംസ്കാരമാണ്. ഒരു സാത്വികനായിട്ടുള്ള ഒരാള് ഒരു പരിതസ്ഥിതിയിൽ വളരെ ശാന്തനും സന്തോഷവാനുമായിരിക്കുമ്പോൾ അതേ പരിതസ്ഥിതിയിൽ അയാളുടെ ഒപ്പം ഇരിക്കുന്ന ഒരു താമസനായിട്ടുള്ള ഒരാള് വളരെ ദുഃഖിയായിട്ടിരിക്കുന്നത് കാണാം. രജോഗുണ പ്രധാനിയായിരിക്കുന്ന ഒരാള് വളരെ അജിറ്റേറ്റഡ് ആയിട്ട് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ. അപ്പോൾ
റേഞ്ചിന് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ ഉള്ളത് നമ്മുടെ ഐഡിയ വോഡഫോൺ VI കണക്ഷൻ മാറ്റിയിട്ട് ഇപ്പോൾ ജിയോയുടെ മോഡം കൊടുത്തിരിക്കുകയാണ്. ഓക്കെ തുടരാം. ഛേദക്കൽവസ്യ ബന്ധായ മുക്തയേ ചാത്മനോമതം ഗുണേഷു സക്തം ബന്ധായ രതം വാ പുംസി മുക്തയേ. വളരെ ഗഹനമായിട്ടുള്ളൊരു വിഷയമാണിത്. എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും എന്താ പറയുക, പിന്നെയും ഗ്രഹിക്കാൻ ബുദ്ധിമുട്ട് തോന്നും, അല്ലെങ്കിൽ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. എന്തുകൊണ്ടെച്ചാൽ നമ്മുടെ ചേതസ് തന്നെയാണ് കാരണം. ഈ കള്ളനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് കള്ളനാണ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, ആ കള്ളനെയാണ് നമ്മളിപ്പോൾ പഠിപ്പിക്കാനും ശ്രമിക്കുന്നത്, തിരുത്താനും ശ്രമിക്കുന്നത്. നമ്മുടെ മനസ്സും ബുദ്ധിയും ചിത്തവും ചേർന്നിരിക്കുന്ന ഈ ചേതസ്, ആ ചേതസ്സിനെ തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹേ ചേതസ്സേ, ഒന്ന് മാറൂ, ഒന്ന് എന്താ പറയുക, നല്ലവനാവൂ. ആ ചേതസ്സിനോട് തന്നെ പ്രാർത്ഥിക്കണം. അത് തന്നെയാണ് നമ്മുടെ കവികളെല്ലാം പാടിയത്. മനസ്സിനോടും ചേതസ്സിനോടും ഭഗവാനെ ഭജിക്കാൻ. ഭജരേ ഗോപാലം മാനസ ഭജരേ ഗോപാലം ഭജരേ ഗോപാലം മാനസ ഭജരേ ഗോപാലം. രേ മാനസ ഗോപാലം ഭജ. കവി, പാട്ടുകാരൻ തന്റെ മനസ്സിനോട് തന്നെ അഭ്യർത്ഥിക്കുകയാണ്. രേ മാനസ ഗോപാലം ഭജ. അല്ലയോ മനസ്സേ, ഗോപാലനെ ഭജിക്കൂ. ഇതുണ്ടോ പറഞ്ഞാൽ കേൾക്കണു? എത്ര പറഞ്ഞാലും ആ മനസ്സ് പിന്നെയും അതിന്റെ സംസ്കാരത്തിനനുസരിച്ച് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഗോപാലം ഭജ, ഗോപാലം ഭജ, ഗോപാലം ഭജ എന്ന് പറഞ്ഞ് നമ്മള് അമ്മമാര് കുട്ടികളെ പഠിക്കുമോനെ പഠിക്കുമോനെ എന്ന് പറയുമ്പോ കുട്ടികൾ എങ്ങനെയാ? കുട്ടികൾ കളിക്കും. കുട്ടികളുടെ സ്വഭാവം കളിയിലാണ്. ബാലസ്താവത് ക്രീഡാസക്ത. കളിപ്രായത്തിൽ കുട്ടികൾ കളിച്ചുകൊണ്ടേയിരിക്കും. അമ്മമാർ എത്ര പഠിക്കാൻ പറഞ്ഞാലും എത്ര നല്ലത് ചെയ്യാൻ പറഞ്ഞാലും അവർ അതിൽ നിന്നൊക്കെ മാറി വികൃതി കാണിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് നമ്മുടെ മനസ്സ്. നമ്മൾ മനസ്സിനോട് എത്ര അപേക്ഷിച്ചാലും മനസ്സിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. മനസ്സേ മനസ്സേ നീ നല്ലത് ചെയ്യ്, ചിത്തമേ ഭഗവാനെ പ്രാർത്ഥിക്ക്, ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഭജിക്ക്, ഇപ്പൊ തന്നെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ചെന്ന് ആശ്രയം പ്രാപിക്ക് എന്നൊക്കെ നമ്മൾ എത്രയോ സ്തുതികളും എത്രയോ കീർത്തനങ്ങളും മനസ്സിനോട് പാടുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷേ ആ മനസ്സിന് സാധിക്കുമോ? ആ മനസ്സിന് അതിൻ്റെ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ നമ്മൾ എത്ര ശക്തമായിട്ട് ഈ പുതിയ അറിവുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുവോ അതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റം ഉണ്ടാകും. ഇപ്പോൾ വലിയൊരു ചെളിക്കുണ്ട്, ആ ചെളിക്കുണ്ടിൽ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചാൽ ആ ചെളിക്കുണ്ട് ശുദ്ധമാവുമോ? ഒരിക്കലുമില്ല. ആ ചെളിക്കുണ്ടിലേക്ക് നമ്മൾ വളരെ ശക്തമായിട്ട് വലിയൊരു പ്രവാഹത്തെ തന്നെ തിരിച്ചുവിടണം. വലിയൊരു
ഗംഗാപ്രവാഹം പോലെ ഈ ചെളിക്കുണ്ടിലേക്ക് വന്ന് ശുദ്ധജലം പതിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ പതിച്ചുകൊണ്ടേയിരുന്നാൽ ഈ ചെളിക്കുണ്ടിലുള്ളതായിട്ടുള്ള വെള്ളമൊക്കെ കലങ്ങി കലങ്ങി കുറെ നേരം കലങ്ങും. കലങ്ങി പതുക്കെ ഓവർഫ്ലോ ആവാൻ തുടങ്ങും. അങ്ങനെ ഓവർഫ്ലോ ആയി ഈ വന്ന പുതിയ വെള്ളം, നല്ല വെള്ളം, ഇതിലുള്ള ചെളിയെ മുഴുവൻ കലക്കി 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 കളയാൻ കുറച്ച് സമയം എടുക്കും. ഒറ്റയടിക്ക് ആദ്യം ഓവർഫ്ലോ ചെയ്യുന്നത് മുഴുവൻ ചെളിവെള്ളം മൊത്തത്തിൽ പോയി. നിമിഷ നേരം കൊണ്ട് ചെളി മുഴുവൻ പോയി. ഇനിയിപ്പോൾ നല്ല വെള്ളം മാത്രമേ ഉള്ളൂ ആ കുണ്ടില് എന്ന് പറയാൻ പറ്റില്ല. എത്രയോ തുടർച്ചയായിട്ട് ആ നല്ല വെള്ളം ഒഴുകിക്കൊണ്ടേയിരുന്നാൽ അതിലുള്ള ചെളി കുറച്ച് കുറച്ച് കുറച്ചായിട്ടാണ് കലങ്ങി 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 പോയി. അവസാനം കുറെ കഴിയുമ്പോൾ ചെളിയുടെ പൊടി പോലും കാണില്ല. ശുദ്ധജലം അവിടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ശുദ്ധജലം കുളിക്കാനും കുടിക്കാനും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ വളരെ കാലം അഴുക്ക് പിടിച്ച് കിടന്നിരുന്ന ഒരു കുണ്ട്, ഒരു കുഴി, അതുപോലെയാണ് നമ്മുടെയൊക്കെ ചിത്തങ്ങളുടെ അവസ്ഥ, നമ്മുടെ മനസ്സിന്റെ അവസ്ഥ, നമ്മുടെ ഇന്ന് പല ആളുകളുടെയും സംസ്കാരം. അപ്പൊ അതിലേക്ക് നിരന്തരമായിട്ട് ഈ ഭഗവത് കഥയാകുന്ന ശുദ്ധജലം, അമൃതപ്രവാഹം അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം, നിരന്തരം ഒഴുകിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ മാത്രമേ അതിലുള്ള അഴുക്ക് അല്പമെങ്കിലും ഇളകി 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 പോയിക്കൊണ്ട് അതെ ജ്ഞാനഗംഗ നമുക്ക് ഒഴുക്കി നമ്മുടെ ഈ ചിത്തമാകുന്ന ഈ ചെളിക്കുണ്ടുകളെല്ലാം നമുക്ക് പരമാവധി ശുദ്ധീകരിക്കാനായിക്കൊണ്ട് ശ്രമിക്കാം. ഭാഗവത ജ്ഞാനഗംഗ നമ്മുടെ ഹൃദയ കൂപങ്ങളിലേക്ക് ഒഴുകട്ടെ. ഒഴുകി 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 അതിനകത്തുള്ളതായിട്ടുള്ള ചെളി മുഴുവൻ അലിഞ്ഞ് 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 ഇല്ലാതെയാവട്ടെ. എന്നിട്ട് ശുദ്ധജലം മാത്രം എപ്പോൾ വിചാരിച്ചാലും ഭഗവത് ചിന്ത മാത്രം വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ചേതഃ ബന്ധായ, ചേതസ്സാണ് ബന്ധത്തിന് കാരണം എന്ന് നമ്മൾ പല പ്രാവശ്യം ഉരുവിട്ട് പഠിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ ശ്ലോകം കാണാപ്പാഠം പഠിച്ചതൊന്നും കാര്യമില്ല. ഇത് വ്യാഖ്യാനിച്ചതുകൊണ്ടും വലിയ കാര്യമൊന്നുമില്ല. ഇതിനെ വളരെ വിശദമായിട്ടൊക്കെ വ്യാഖ്യാനിക്കാം. അതോടൊപ്പം തന്നെ നിരന്തരമായിട്ടുള്ള ഭഗവത് ചിന്ത, ഭഗവാന്റെ കഥകൾ, ഭഗവത് കീർത്തനങ്ങൾ ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് വളരെ ശക്തിയോടുകൂടി പ്രവഹിച്ചു കൊണ്ടേയിരിക്കണം. ആ പ്രവാഹം ഉള്ളിലുള്ള അഴുക്കിനെ ഇളക്കി 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 കളയട്ടെ. ഇതൊരു പ്രോസസ്സാണ്. അത് കാലം കൊണ്ട് നടക്കുന്ന പ്രോസസ്സാണ്, അല്ലാതെ ഒരു നിമിഷം കൊണ്ട് നടക്കുന്നതല്ല. അതിപ്പോൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അഴുക്കിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എത്രത്തോളം ഉണ്ടെന്ന് അവരവർക്കേ അറിയുള്ളൂ, അല്ലേ? ഭഗവാൻ ഗീതയിൽ പറയും, ധൂമേന ആവ്രിയതേ വന്നിഹി യഥാ ആദർശോ മലേനച്ച യഥാ ഗർഭേ യഥോൽബേന ആവൃതോ ഗർഭഃ തഥാ തേനേതമാവൃതം ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ. കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണ അനലേന ച. അപ്പോ ധൂമേനാവ്രിയത്തെ വന്നിഹി, ചിലരുടെ അന്ധക്കരണം അഗ്നി പുക കൊണ്ട് മൂടിയതുപോലെ ഉണ്ടാവും. ചിലരുടെ അന്ധക്കരണം, അവർ സാത്വികന്മാരാണ്, ശുദ്ധാന്തക്കരണന്മാരാണ്. അവരുടെ ഉള്ളിലുള്ള ഈ പുക മാറിക്കിട്ടാൻ ഒരു കാറ്റടിച്ചാൽ മതി. ചെറിയൊരു കാറ്റ് വന്നാൽ പുക നീങ്ങി അഗ്നി തെളിയുന്നത് പോലെ സാത്വികന്മാരുടെ ഉള്ളിലുള്ള ഈ ആത്മബോധം, ഈ ജ്ഞാനം, അവരുടെ അന്ധക്കരണ ശുദ്ധി എല്ലാം ചെറിയൊരു സത്സംഗമാകുന്ന കാറ്റ് അല്ലെങ്കിൽ ഈശ്വര അനുഗ്രഹമാകുന്ന ഒരു കാറ്റ് ചെറുതായിട്ടടിച്ചാൽ അപ്പം അത് നീങ്ങി അവരുടെ ഉള്ളിൽ ആത്മബോധം പ്രകാശിക്കും. വേറെ ചിലർക്ക് യഥാ ആദർശോ മലേനച്ച, എപ്രകാരമാണോ ആദർശം അഥവാ കണ്ണാടി പൊടി പിടിച്ചു കിടന്നാൽ കാറ്റടിച്ചാൽ പോരാ, കാറ്റടിച്ചാൽ പുതിയ പൊടി കൂടി വേണമെങ്കിൽ അതിൽ വന്ന് അടിഞ്ഞുകൂടും, അത്രേ ഉള്ളൂ. ഉള്ള പൊടി പോയില്ല എന്നും വരും,
പുതിയ പൊടി അതിൽ വന്ന് കൂടും. അപ്പം എന്ത് ചെയ്യണം? അങ്ങനെയുള്ള പൊടി പിടിച്ച കണ്ണാടിയിൽ കുറച്ച് പണിയുണ്ട്. അത് രജോ ഗുണത്തിന്റെ പ്രതീകമാണ്. രജസ്സാണ് പൊടി. അപ്പോൾ നമ്മുടെ ഉള്ളിലും നമ്മുടെ അന്ധക്കരണത്തിലും രജോ ഗുണമാകുന്ന പൊടി കാലാകാലമായി പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് പോകാൻ ഇനിയും എന്താ പറയുക, കാറ്റടിച്ചാൽ മാത്രം പോരാ, കുറച്ച് കഷ്ടപ്പെടാനുണ്ട്. ഭക്തിയോടുകൂടി നമ്മുടെ കർമ്മങ്ങളെ ഈശ്വരാരാധനയാക്കി മാറ്റുമ്പോൾ ഈ കണ്ണാടി തെളിയണം എന്ന് പറഞ്ഞ് നമ്മൾ കണ്ണാടി നല്ല വൃത്തിയുള്ള വസ്തുക്കളെ കൊണ്ട് കഴുകി വൃത്തിയാക്കി തുടയ്ക്കണം, അല്ലേ? ആദ്യം പൊടി തട്ടിയാലും പോകുന്നില്ല. പിന്നെ അതിൽ വെള്ളവും സോപ്പോ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് തുടച്ച്, പിന്നെ ആ സോപ്പ് വെള്ളത്തെ കളയാൻ നല്ല വെള്ളം കൊണ്ട് കഴുകി, പിന്നീട് നല്ല തുണി കൊണ്ട് തുടച്ച് വെള്ളമൊക്കെ തുടച്ച്, നാലും വല മങ്ങലമൊക്കെ ഉണ്ടാവും, അതിനെ വേണമെങ്കിൽ ഇത്തിരി ഭസ്മമൊക്കെ ഇട്ടിട്ട് അതിനെ കടലാസ് കൊണ്ട് തുടച്ച്, ഇങ്ങനെ പല പ്രാവശ്യം പലതും കൊണ്ട് തുടച്ച് കഴിയുമ്പോഴാണ് ആ കണ്ണാടി തെളിഞ്ഞു കിട്ടുക. ആ കണ്ണാടിയിലെ പ്രതിബിംബം അപ്പം നന്നായിട്ട് പ്രകാശിക്കും. അപ്പോൾ കുറച്ച് പണിയുണ്ട്. കർമ്മയോഗം, ഈശ്വര സമർപ്പണമായിട്ടുള്ള കർമ്മയോഗം അനുഷ്ഠിക്കുമ്പോഴാണ് ആ കണ്ണാടി തെളിഞ്ഞു വരിക. അപ്പോൾ രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്നവർക്ക് കർമ്മയോഗം, ഭക്തിയോടുകൂടിയ കർമ്മയോഗം. വേറൊരു കൂട്ടരുണ്ട്, യഥാ ഉൽബേന ആവൃതോ ഗർഭ. ഉൽബം എന്നാൽ ഗർഭത്തെ ആവരണം ചെയ്യുന്ന പ്ലാസന്റ, ഗർഭപാത്രമോ അല്ലെങ്കിൽ ജരായു എന്ന് പറയുന്ന അതിലെ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിയെ കവർ ചെയ്തിരിക്കുന്ന ആ കവർ. അത് നീങ്ങണമെങ്കിൽ നമ്മളിവിടെ ഇരുന്ന് എന്തെങ്കിലും ചെയ്തിട്ടൊന്നും തൽക്കാലം രക്ഷയില്ല. അത് കാലം കൊണ്ട് മാത്രമേ നീങ്ങുള്ളൂ. അത് പുറത്തേക്ക് വരണം. 10 മാസം കഴിയുമ്പോൾ കുട്ടി പുറത്തേക്ക് വന്നിട്ട് ആ ഗർഭപാത്രത്തിൽ നിന്ന് കുട്ടി പുറത്തേക്ക് പ്രകാശിക്കണം. അപ്പൊ കാലമെടുക്കും. അത് തമോ ഗുണത്തിന്റെ പ്രതീകമാണ്. തമോ ഗുണികളായിരിക്കുന്ന ആളുകള് പെട്ടെന്നൊന്നും ഈ പറഞ്ഞ അന്ധകരണ ശുദ്ധി ഉണ്ടാവില്ല. അവർക്ക് ഈ ആത്മജ്ഞാനത്തോടൊന്നും ആഭിമുഖ്യം ഉണ്ടാവുകയില്ല. അതിനൊക്കെ കുറെ കാലം എടുക്കും. ജീവിതത്തിൽ കുറെ തട്ടും മുട്ടും അടിയും ഇതൊക്കെ കൊണ്ട് പ്രഹരങ്ങളേറ്റ് കുറെ പീഡകൾ അനുഭവിച്ചു കഴിയുമ്പോഴാണ് അവർക്ക് ഈ ആത്മീയമായിട്ടുള്ള മാർഗത്തിലേക്ക് തിരിയാൻ തന്നെ തോന്നുക. അപ്പൊ ചിലപ്പോൾ ജന്മങ്ങൾ എടുത്തു എന്ന് വരും. ജന്മാന്തരങ്ങളിലേ അവർക്ക് മാറ്റം ഉണ്ടാവുകയുള്ളൂ. അതിന് ഉദാഹരണമാണ്, തമോ ഗുണത്തിന്റെ ഉദാഹരണമാണ് യഥാ ഉൽബേന ആവൃതോ ഗർഭ. ഉൽബത്താൽ ഗർഭത്തിലിരിക്കുന്ന കുട്ടി എങ്ങനെ ആവരണം ചെയ്തിരിക്കുന്നുവോ അതുപോലെ ചിലർ തമോ ഗുണം കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. അവര് ഈ ജന്മമൊന്നും രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ല എന്ന് വെച്ചിട്ട് പ്രയത്നിക്കാതിരിക്കരുത്. ഈ ജന്മം തുടങ്ങി വെച്ചാൽ അടുത്ത ജന്മം പൂർത്തിയാക്കാം. ഇപ്പൊ തുടങ്ങിയില്ലെങ്കിൽ ഇപ്പൊ വീണ്ടും വീണ്ടും ഈ തമസ്സിന് കട്ടി കൂട്ടിക്കൊണ്ടിരുന്നാൽ അടുത്ത ജന്മവും രക്ഷയൊന്നുമില്ല. ഈ മനുഷ്യജന്മത്തിലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഈ മനുഷ്യജന്മത്തിൽ ചെയ്യുന്ന ആ പ്രവൃത്തി നമ്മുടെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ഈ മംഗളകർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ദുർഗതി ഉണ്ടാവുകയില്ല. ഈ ജന്മത്തിൽ ചെയ്ത അദ്ദേഹത്തിന്റെ ആധ്യാത്മിക സാധനകളെല്ലാം അദ്ദേഹത്തിന്റെ മുൻഗതിക്കായിക്കൊണ്ട്, അതായത് പുരോഗതിക്കായിക്കൊണ്ട്, ഊർധ്വഗതിക്കായിക്കൊണ്ട് ശക്തിയേകും. പ്രാപ്യ പുണ്യകൃതാൻ ലോകാൻ ഉഷിത്വാ ശാശ്വതീ സമാഹ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ അഭിജായതേ. ഇവിടുന്ന് പോയാലും പുണ്യലോകങ്ങളൊക്കെ പ്രാപിച്ച് സുഖങ്ങളൊക്കെ അനുഭവിച്ച് വീണ്ടും തിരിച്ച് നല്ല ആചാരമെല്ലാം ഉള്ളവരായിട്ടുള്ള സജ്ജനങ്ങളുടെ ഗൃഹത്തിൽ വന്ന് ജാതനാവും. അവിടുന്ന് വീണ്ടും പഴയ ആ സംസ്കാരം തുടർന്നുകൊണ്ട്, സാധനകൾ തുടർന്നുകൊണ്ട് അവന് രക്ഷപ്പെടാൻ സാധിക്കും. മറ്റത് ഈ ജന്മം എനിക്ക് രക്ഷയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും താമസിക കർമ്മങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നാലോ അവൻ വീണ്ടും നരകങ്ങളിലേക്ക് അല്ലെങ്കിൽ അസുരജന്മങ്ങളിലേക്ക് അധപ്പതിക്കും. അതുകൊണ്ട് ആരും മടിക്കേണ്ട ആവശ്യമില്ല. ഈ ജന്മത്തിൽ എനിക്ക് ഗതി കിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ ജന്മം വെറുതെ പാഴാക്കി കളയുന്നില്ല എന്ന് വിചാരിക്കരുത്. പാഴാക്കലല്ല, ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നതും.
അപ്പോൾ അതാണ് ഇവിടെ നമ്മുടെ ചേതസ്സാണ് ബന്ധത്തിന് കാരണം. ഈ ചേതസ്സിനെ നമുക്ക് തുടച്ച് വൃത്തിയാക്കാനുണ്ട്. തുടച്ച് വൃത്തിയാക്കിയാൽ ആ ചേതസ്സിൽ ആത്മസ്വരൂപം പ്രകാശിക്കും. ചേതസ്സിലുള്ള സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങളെയും നമുക്ക് ശുദ്ധീകരിക്കാനുണ്ട്. ചിത്തശുദ്ധി. ആ ചിത്തശുദ്ധിക്കായിക്കൊണ്ട് വീണ്ടും വീണ്ടും ഗുണേഷു സക്തം, ഗുണങ്ങളിൽ തന്നെ ആസക്തരായി തീർന്നാൽ, വിഷയങ്ങളിൽ തന്നെ ആസക്തരായി തീർന്നാൽ ബന്ധായ, പിന്നെയും ബന്ധത്തിന് തന്നെ കാരണമാകും. എന്നാൽ രഥം വാ പുംസി, പുമാനിൽ രമിക്കുന്നുവെങ്കിൽ, ഈശ്വരനിൽ രമിക്കുന്നുവെങ്കിൽ മുക്തയെ ഭവതി, മുക്തിക്കായിക്കൊണ്ട് ഭവിക്കുന്നു, ഉറപ്പാണ്. അപ്പോൾ ഈശ്വര ചിന്ത അതെല്ലാവർക്കും തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ളൊരു അനുഗ്രഹമായിരിക്കും, പ്രൊമോഷനുള്ള കാരണമായിരിക്കും, അല്ലെങ്കിൽ അധപതനത്തിന് കാരണമായിത്തീരും. അഹം മമാഭിമാനോത്തൈഹി കാമലോപാദിബിർമലൈഹി വീതം യഥാ മനഃശുദ്ധം അദുഃഖം അസുഖം സമം. ഇവിടെ എന്താണ് നമ്മുടെ ചേതസ്സിലെ മലം എന്ന് പറയണ? കാമലോപാദിബിർ മലൈഹി, കാമം, ലോപം മുതലായ മലങ്ങൾ. അത് എവിടെ നിന്നുണ്ടായി? അഹം മമ അഭിമാന ഉത്തൈഹി, ഞാനെന്നും എന്റേതെന്നും ഉള്ള ഈ ദേഹത്തിൽ ഞാനെന്നും ഈ ദേഹത്തിന് സുഖം നൽകുന്ന വസ്തുക്കളും വ്യക്തികളും എല്ലാം എന്റേതും എന്നുള്ളതായിട്ടുള്ള അഭിമാനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് കാമവും ലോഭവുമാകുന്ന മലങ്ങൾ. ആ മലങ്ങൾ എപ്പോൾ വീതം, വിഗതമാകുന്നുവോ, വി ഇതമാണ് വീതം, വി പ്ലസ് ഇതം, ഇതം എന്ന് പറഞ്ഞാൽ ഇണ് ഗതൗ. ഇണ് എന്നുള്ള ധാതുവിന്റെ അർത്ഥം ഗമിക്കുക എന്നർത്ഥമാണ്. ആ ഇണ് ഗതൗ എന്നുള്ള ധാതുവിൽ നിന്നാണ് ഇതം എന്ന വാക്കുണ്ടാവുന്നത്. പരേതൻ, പരലോകത്തിലേക്ക് ഇതനായവൻ പരേതൻ, പര ഇതഹ. അപ്പൊ വി ഇതഹ, വിശേഷേണ ഇതഹ, നല്ലതുപോലെ പോയത് വീതം. വീതം വെക്കലല്ല, വിഗതം, വിശേഷേണ ഗതം. എപ്പോഴാണോ ഈ മലങ്ങൾ പോകുന്നത്, എപ്പോഴാണോ മനഃ ശുദ്ധം ഭവതി, ഈ മലങ്ങൾ പോയാൽ മനസ്സ് ശുദ്ധമായി, കാമലോപാദികളാകുന്ന ഈ മലങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ മനസ്സ് ശുദ്ധമായി, അപ്പോൾ അത് അദുഃഖം അസുഖം, ദുഃഖത്തിനും സുഖത്തിനും അതീതമായി തീരുന്നു. അനുകൂല സാഹചര്യങ്ങളിൽ അത് വല്ലാതെ ഹർഷത്തെ പ്രാപിക്കുന്നില്ല, പ്രതികൂല സാഹചര്യങ്ങളിൽ അത് വല്ലാത്ത വിഷാദത്തെയും പ്രാപിക്കുന്നില്ല. ഈ മനസ്സ് സമം, ബാലൻസ്ഡ് ആയിട്ടുള്ള മൈൻഡാണ്. വിഷാദത്തിലും സന്തോഷത്തിലും ആ സമഭാവം വെടിയാത്ത മനസ്സാണ് ഈ ഒരു ശുദ്ധമായിട്ടുള്ള മനസ്സ്. മനഃശുദ്ധം, ശുദ്ധം മനഃ അദുഃഖം ഭവതി അസുഖം ഭവതി സമം ഭവതി. അപ്പൊ നമുക്ക് മനസ്സിന്റെ സമാവസ്ഥയല്ലേ വേണ്ടത്? നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കണോ? അജിറ്റേറ്റഡ് ആയിട്ടിരിക്കണോ? ആഹ്ലാദം കൊണ്ട് ഉയരത്തിലേക്ക് പോയാൽ അതിനേക്കാൾ വേഗത്തിൽ താഴോട്ടും വീഴേണ്ടി വരും. അപ്പോൾ ഒരുപാട് നമ്മൾ ആഹ്ലാദിക്കേണ്ട കാര്യവുമില്ല. സന്തോഷിക്കേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ സന്തോഷിക്കേണ്ട എന്നല്ല പറയുന്നതിന്റെ അർത്ഥം. അതിരുവിട്ട് ആഹ്ലാദിച്ച് അതുകൊണ്ടുള്ള എന്താ പറയുക, അഹങ്കാരം വർദ്ധിക്കാൻ പാടുള്ളതല്ല. എനിക്ക് എപ്പോഴും ഇത് തന്നെ കൂടെ ഉണ്ടാവും, എൻ്റെ ഈ വിജയം ശാശ്വതമാണ്, എന്നും എനിക്ക് ഈ സുഖം കിട്ടും എന്നുള്ള ധാരണ ഇല്ലാതിരിക്കട്ടെ. ഏത് വിജയവും താൽക്കാലികമാണ്, ഏത് നേട്ടവും നഷ്ടത്തിലേ കലാശിക്കുകയുള്ളൂ. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഹു ആഗമാപായിനോ അനിത്യാഹ. വരുന്നതെല്ലാം പോകും, പോയതെല്ലാം പിന്നെയും കറങ്ങി ചിലപ്പോൾ തിരിച്ചു തന്നെ വരും. ഈ ലോകം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശീതം, നാളെ ഉഷ്ണം, മറ്റന്നാൾ വീണ്ടും ശീതം. ഇന്ന് സുഖം, നാളെ ദുഃഖം, മറ്റന്നാൾ വീണ്ടും സുഖം. ഇന്ന് മഴ, നാളെ വെയില്, മറ്റന്നാൾ വീണ്ടും മഴ. ഇന്ന് ലാഭം, നാളെ നഷ്ടം, മറ്റന്നാൾ വീണ്ടും ലാഭം. ഇന്ന് നമ്മളെ മറ്റുള്ളവർ പൂജിച്ചു, ബഹുമാനിച്ചു, മാനിച്ചു, നാളെ ചിലപ്പോൾ നമ്മളെ നിന്ദിക്കാം, മറ്റന്നാൾ വീണ്ടും നമ്മളെ പൂജിക്കാം.
ഇതിങ്ങനെ സൈക്ലിക്കായിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് നതേഷു രമതേ ബുധഃ, ഈ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പുറകെ പോയി അതിനെ പിടിച്ചു നിർത്താനായിട്ട് ബുദ്ധിമാന്മാരാരും മെനക്കെടാറില്ല. വരട്ടെ പോകട്ടെ, വരുമ്പോൾ സ്വാഗതം ചെയ്യുന്നു, പോകുമ്പോൾ യാത്ര പറയുന്നു. ആഗതേ സ്വാഗതം കുര്യാത് ഗച്ഛന്തം ന നിവാരയേത്. ആഗതമാകുമ്പോൾ സ്വാഗതം പറയുക, വരൂ വരൂ വന്നോളൂ. ആരാണെങ്കിലും, ശത്രുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും നമുക്ക് സുഖം തരുന്നവരാണെങ്കിലും ദുഃഖം തരുന്നവർ എല്ലാവരും വരൂ 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 എന്ന് പറയും. പോകുമ്പോഴോ സുഖം തരുന്നവരാണെങ്കിലും ദുഃഖം തരുന്നവരാണെങ്കിലും എല്ലാവരെയും സമമായിട്ട്, ഓ പോവാൻ തിരക്കുണ്ടോ പൊക്കോളൂ. അങ്ങനെ ബാലൻസ്ഡ് ആയിട്ടിരിക്കുക, രണ്ടിലും പൊങ്ങുകയോ താഴുകയോ ചെയ്യാതെ. ഇതാണ് ജ്ഞാനികളുടെ അവസ്ഥ. സമം എന്ന് പറഞ്ഞു. അഹം മമാഭിമാനോക്തൈഹി കാമലോപാതിവിർമലൈഹി വീതം യഥാ മനഃശുദ്ധം അദുഃഖം അസുഖം സമം. അപ്പോൾ ഈ ഒരു സമാവസ്ഥയാണ് യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ തന്നെയാണ് സമാധി എന്ന് പറയുന്നത്. സമാധി, ധി എന്നാൽ അന്ധക്കരണം, സമമായ അവസ്ഥ. സമാധി, ബുദ്ധി അന്ധക്കരണം ഏതവസ്ഥയിൽ സമമാകുന്നുവോ, ബാലൻസ്ഡ് ആകുന്നുവോ, സുഖവും ദുഃഖവും വരുമ്പോഴും കുലുങ്ങാതിരിക്കുന്നുവോ, വലിയ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴും അധികം വിഷമിക്കാതിരിക്കുന്നുവോ, വലിയ സന്തോഷങ്ങൾ ആഹ്ലാദങ്ങൾ ഉണ്ടാകുമ്പോഴും അധികം അഭിമാനിക്കാതിരിക്കുന്നുവോ, അഹങ്കരിക്കാതിരിക്കുന്നുവോ, അതാണ് സമം എന്നുള്ളതായിട്ടുള്ള അവസ്ഥ. ആ സമാവസ്ഥയാണ് സമാധി. അല്ലാതെ സമാധി എന്ന് പറഞ്ഞാൽ കല്ലുപോലെ ഒന്നിനും കൊള്ളാതെ ചലനമില്ലാതെ ഇരിക്കലാണെന്ന് കരുതരുത്. ധീയുടെ സമാവസ്ഥ സമാധി. ചിത്തവൃത്തികളുടെ നിരോധമാണ് അവിടെ. ചിത്തവൃത്തികളുടെ നിരോധം എന്ന് പറഞ്ഞാൽ ബാഹ്യ വിഷയങ്ങൾ ചിത്തത്തെ പ്രകോപിപ്പിക്കുന്നില്ല, ചിത്തത്തില് വൃത്തികൾ ഉണ്ടാവുന്നില്ല, അജിറ്റേഷൻസ് ഉണ്ടാകുന്നില്ല. ബാഹ്യ വിഷയങ്ങളൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ, ആര് വേണമെങ്കിൽ ചുറ്റും വന്നിരുന്നോട്ടെ, എൻ്റെ ഉള്ളിൽ അതുകൊണ്ട് യാതൊരു പ്രകോപനവും ഉണ്ടാവുന്നില്ല. പരിതസ്ഥിതി എന്ത് വേണമെങ്കിലായിക്കോട്ടെ, ഞാൻ അതിലൊന്നും കുലുങ്ങുന്നില്ല. അതാണ് സമാധി. അല്ലാതെ സമാധി എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് ബോധമില്ലാതെ ഈ ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഏതോ ഒരവസ്ഥ മാത്രമാണെന്ന് കരുതരുത്. കണ്ണ് തുറന്നിരുന്നിട്ട് സമാധിയിലിരിക്കാം നമുക്ക്. ശാസ്ത്രങ്ങൾ പറയും, എത്ര എത്ര മനോയാതി തത്ര തത്ര സമാധയ. മഹാത്മാക്കളുടെ അവസ്ഥയാണ്. മനസ്സ് ഏത് വിഷയത്തിലേക്ക് പോയാലും അതിനെക്കുറിച്ചൊന്നും വറീഡല്ല, ബാലൻസ്ഡ് ആണ്, സമാധിയാണ്. വിഷയങ്ങളെക്കുറിച്ച് പലതിനെക്കുറിച്ചും ലോക കാര്യങ്ങളൊക്കെ ചിന്തിക്കും, ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അപ്പോഴും ബാലൻസ് കളയുന്നില്ല. തൻ്റെ എക്യുപ്പോയ്സ്, തൻ്റെ എക്വിലിബ്രിയം, അതിന് യാതൊരു മാറ്റവും ഇല്ല. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തു എന്ന് വരും. മറ്റുള്ളവർക്ക് പ്രകോപനമുണ്ടാക്കുന്ന വിഷയങ്ങളായിരിക്കാം, പക്ഷേ ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് ആ ചർച്ചകളൊന്നും തന്നെ, ആ കാഴ്ചകളോ ആ രംഗങ്ങളോ ഒന്നും തന്നെ മനസ്സിൽ വലിയതായിട്ടുള്ള ചലനം ഉണ്ടാക്കുകയില്ല. അങ്ങനെയുള്ളവരെയാണ് സമാധി പ്രാപിച്ചവർ എന്ന് പറയുന്നത്. പ്രകോപിപ്പിക്കുന്ന രംഗത്ത് കോപവും ഉണ്ടാവില്ല, പ്രലോഭിപ്പിക്കുന്നതായിട്ടുള്ള രംഗത്ത് ലോഭവും ഉണ്ടാവുകയില്ല. അപ്പോൾ സമം എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഏതിൻ്റെ അവസ്ഥയാണ്? ഇതൊക്കെ മനസ്സിൻ്റെ അവസ്ഥയാണ്. അപ്പൊ ഈ മനസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശുദ്ധീകരിച്ച് നിയന്ത്രിക്കേണ്ടത്. വേറെ നമ്മളൊന്നും ആധ്യാത്മികത എന്നുള്ള കാര്യത്തിൽ വേറൊന്നുമില്ല കാര്യമായിട്ട് ചെയ്യേണ്ടത്. ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പരിപാടികളും.
നമ്മൾ നടത്തുന്ന എല്ലാ പരിപാടികളും ആധ്യാത്മികം എന്ന് പറയുന്ന ഏത് ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടോ അതൊക്കെ ഈ മനസ്സിനെ നിയന്ത്രിക്കാനും ശുദ്ധമാക്കാനുമുള്ള പ്രക്രിയകളാണ്. ആ മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാലോ പിന്നെയും നിങ്ങൾ പാത്രം കഴുകിക്കൊണ്ടേ ഇരിക്കണ്ട. പാത്രം കഴുകുക എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? പാത്രത്തിലെ അഴുക്കുകൾ കളയുന്നത് വരെയാണ് പാത്രം കഴുകണ്ടു. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ പാത്രത്തിൽ ഏത് കണ്ടന്റാണോ നിറയ്ക്കേണ്ടത് ആ കണ്ടന്റ് നിറച്ച് അതിനെ അനുഭവിക്കാം. അതുപോലെ ഇവിടെ നമ്മുടെ മനസ്സാകുന്ന പാത്രത്തെ നമുക്ക് ഏതുവരെ ശുദ്ധമാക്കണോ അതുവരയ്ക്കാണ് സാധനകളുടെയൊക്കെ പ്രസക്തി. ഏത് തരം അഴുക്കാണോ ആ അഴുക്കിനനുസരിച്ചാണ് നമ്മൾ കഴുകേണ്ടത്, അല്ലേ? ഇപ്പൊ നമ്മൾ പാത്രം കഴുകുമ്പോൾ ആ പാത്രത്തിൽ ഏത് തരം അഴുക്ക് നോക്കിയിട്ട് വേണം അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽ തിരഞ്ഞെടുക്കാൻ. ചില അഴുക്കിന് മണ്ണ് കൊണ്ട് കഴുകേണ്ടി വരും, ചിലതിന് ചാരം കൊണ്ട് കഴുകേണ്ടി വരും, ചിലതിന് പുളി കൊണ്ട് കഴുകേണ്ടി വരും, ചിലതിന് സോപ്പ് കൊണ്ട് കഴുകേണ്ടി വരും. എല്ലാം ഒരുപോലെയല്ല. ചക്കപ്പശയൊക്കെയാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നെങ്കിലോ ഈ പറഞ്ഞ ഒന്നും ശരിയാവില്ല. അതിലൊക്കെ കൂടുതൽ നമ്മൾ ചെളിയോ മറ്റേ മണ്ണോ സോപ്പോ ഒക്കെ ഉപയോഗിച്ചാൽ വീണ്ടും കുഴഞ്ഞു കിട്ടും. അപ്പൊ ചക്കപ്പശയാണ് പറ്റിപ്പിടിച്ചിരിക്കണതെങ്കിൽ ആദ്യം എണ്ണയിട്ട് കഴുകണം. വേറെ വല്ല പെയിന്റ് പോലെയുള്ള വസ്തുക്കളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പെട്രോളോ തിന്നറോ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഉണ്ട്, അല്ലേ? അതുകൊണ്ട് കഴുകിയിട്ട് പിന്നെ നമുക്ക് വെള്ളം കൊണ്ട് കഴുകാം. വിഷം പോലെയുള്ള വസ്തുക്കളൊക്കെ കൊണ്ട് കഴുകിയാൽ അത് പോരാ, പിന്നെയും നമുക്ക് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് സോപ്പൊക്കെ ഇട്ടിട്ട് വീണ്ടും കഴുകണം. അപ്പോൾ ഏത് അഴുക്കാണ് ഒരു പാത്രത്തിൽ പിടിച്ചിരിക്കുന്നത് അത് കഴുകാൻ അതിന് പറ്റിയതായിട്ടുള്ള ദ്രവ്യം നമ്മൾ തിരഞ്ഞെടുക്കണം, ഉപായം നമ്മൾ തിരഞ്ഞെടുക്കണം. അതുപോലെയാണ് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഏതു തരം അഴുക്കുകളാണ് ഏതു തരം വാസനകളാണുള്ളത് അതിനനുസരിച്ചുള്ളതായിട്ടുള്ള മാർഗമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതാണ് കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, ഹഠയോഗം എന്നൊക്കെ പറഞ്ഞ് വിവിധങ്ങളായ യോഗങ്ങൾ നമുക്ക് വിധിച്ചിരിക്കുന്നത്. അതിൽ തന്നെ പല അവാന്തര വിഭാഗങ്ങൾ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ആ യോഗങ്ങൾ തിരഞ്ഞെടുക്കാം. എല്ലാവർക്കും എല്ലാം രുചിക്കുകയില്ല. എല്ലാ മാർഗത്തിലും നമ്മളെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ച ഒരാളെ നമുക്ക് പ്രേരിപ്പിക്കാൻ പറ്റില്ല. അത്യന്തം മൂഢന്മാരായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ജ്ഞാനയോഗം ഉപദേശിക്കാൻ പോയാൽ ഒരിക്കലും ഫലിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അവർക്കുള്ളതാണ് ഹഠയോഗം. ബുദ്ധിക്ക് വലിയ വികാസമില്ലാത്തവരും അറിവില്ലാത്തവരുമായിട്ടുള്ള ആളുകളെ ഹഠയോഗത്തിലൂടെ നമുക്ക് കുറേയൊക്കെ മാറ്റം വരുത്തിയെടുക്കാം. അവർക്ക് കഠിനങ്ങളായിട്ടുള്ള സാധനകൾ കുറേ നേരം ഇന്ന ആസനങ്ങൾ അഭ്യസിക്കുക, അത് കഴിഞ്ഞ് പ്രാണായാമം ചെയ്യുക, അത് കഴിഞ്ഞ് നിശ്ചേഷ്ടരായിട്ട് അനങ്ങാതെ ഇരിക്കുക, ഇന്ന ആസനത്തിൽ ഇരിക്കുക, ഇന്ന കാര്യം ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പരിശ്രമിപ്പിക്കാം. അവർക്ക് ഭക്തിയും വഴങ്ങില്ല, ചിലപ്പോൾ ജ്ഞാനവും വഴങ്ങില്ല. ചിലർക്ക് ഹഠയോഗം, ചിലർക്ക് കർമ്മയോഗം, ചിലർക്ക് ഭക്തിയോഗം, ചിലർക്ക് ജ്ഞാനയോഗം, അധികാരി വ്യത്യാസമനുസരിച്ച്. അപ്പോൾ നമ്മുടെ മനസ്സാണ് ഈ ബന്ധനങ്ങളെല്ലാം കൽപ്പിക്കുന്നത്. അതേ മനസ്സ് തന്നെ ശുദ്ധമായി കഴിഞ്ഞാൽ അദുഃഖം അസുഖം സമം. അപ്പൊ മനസ്സ് തന്നെ ശുദ്ധമാകണം. എങ്ങനെയാണോ കാറ്റ് മേഘങ്ങളെ കൊണ്ടുവന്ന് സൂര്യനെ മറയ്ക്കുന്നത്, അതേ കാറ്റ് തന്നെയാണ് മേഘങ്ങളെ അടിച്ചു തെറിപ്പിച്ച് സൂര്യനെ പ്രകാശിപ്പിക്കുന്നതും. വായുനാ നീയത്തെ മേഘ പുനസ്തേനൈവ നീയത്തെ. ശങ്കരാചാര്യ വിവേക ചൂടാമണിയിൽ പറയും, വായു കൊണ്ട് മേഘങ്ങൾ നയിക്കപ്പെട്ട് സൂര്യനെ മൂടുന്നു. കുറച്ചു കഴിയുമ്പോൾ അതേ വായു തന്നെ അതേ മേഘങ്ങളെ അടിച്ചു തെറിപ്പിച്ച് മാറ്റി സൂര്യനെ പ്രകാശിപ്പിക്കുന്നു. ഇതുപോലെയാണ് നമ്മുടെ മനസ്സാകുന്ന വായു. ഈ മനസ്സൊരു വായുവിനെ പോലെ നമ്മുടെ ഉള്ളില് ഈ ചിന്തകളാകുന്ന മേഘങ്ങളെ കൊണ്ടുവന്ന് നമ്മുടെ ആത്മസ്വരൂപത്തെ മറച്ചു വെച്ചിരിക്കുന്നു.
ഇതേ മനസ്സിനെ തന്നെ നമ്മൾ ഉപയോഗിക്കണം. ഈ കാറ്റിനെ തന്നെ എങ്ങനെയാണോ ഈ കാറ്റ് തന്നെ മേഘങ്ങളെ നീക്കുന്നത്, അതുപോലെ ഈ മനസ്സാകുന്ന കാറ്റ് തന്നെ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളെ മുഴുവൻ അടിച്ചു തെറിപ്പിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആത്മസൂര്യനെ പ്രകാശിപ്പിക്കണം. ആത്മസൂര്യൻ എവിടെയും പോയിട്ടൊന്നുമില്ല. സൂര്യന് യാതൊരു നഷ്ടം ഉണ്ടായിട്ടില്ല. സൂര്യനെ ആരും മറച്ചിട്ടുമില്ല. സൂര്യനെ അല്ല വാസ്തവത്തിൽ മേഘം മറച്ചത്. മേഘം മറച്ചത് നമ്മുടെ കണ്ണുകളെയാണ്. നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് സൂര്യൻ മറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആ കണ്ണിന്റെ പരിധിയിൽ മേഘങ്ങൾ വന്നതുകൊണ്ടാണ് നമുക്ക് സൂര്യൻ മറഞ്ഞു പോയത്. യഥാർത്ഥത്തിൽ സൂര്യനെ ഒരു മേഘവും മറച്ചിട്ടില്ല. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ആത്മസ്വരൂപത്തെ ഈ നമ്മുടെ ചിത്തവൃത്തികളോ എന്തൊക്കെ ചീത്തവൃത്തികൾ നമ്മുടെ ഉള്ളിലുണ്ടോ, ചിത്തവൃത്തികളിൽ എത്ര തന്നെ മാലിന്യമുണ്ടോ അതൊന്നും ഉള്ളിലേക്ക് തട്ടിയിട്ടില്ല. നമ്മുടെ ആത്മാ നിത്യശുദ്ധമാണ്. ആത്മാ നിത്യശുദ്ധമാണ്. പക്ഷെ ഇപ്പൊ അത് കാണുന്നില്ല, മറയ്ക്കപ്പെട്ടിരിക്കുന്നു മേഘങ്ങളാൽ. നമ്മുടെ ചിന്തകളാകുന്ന, നമ്മുടെ ചിത്തവൃത്തികളാകുന്ന മേഘങ്ങളാൽ. നമ്മുടെ സംസ്കാരമാണ് ഈ ചിത്തവൃത്തികളെ നിറച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ ജന്മജന്മാന്തര വാസനകളാണ് ഈ മേഘങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഈ മനസ്സാകുന്ന കാറ്റിനെ നമുക്ക് നമ്മുടെ അനുകൂലമാക്കി മാറ്റണം. അതെങ്ങനെ അനുകൂലമാക്കി മാറ്റേണ്ടത്? ഈ ഇപ്പൊ കൊണ്ടുവന്ന മേഘങ്ങളെ വിപരീത ദിശയിലേക്ക് അടിച്ചു കളയാൻ നമ്മൾ ഉപയോഗിക്കണം. അതിനാണ് ഈശ്വര ചിന്ത. ഈ മനസ്സില് ഈശ്വര ചിന്തയാകുന്ന അനുകൂല കാറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കാറ്റ് ഈ മേഘങ്ങളെ മാറ്റും, ഈ ചിത്തവൃത്തികളെ മാറ്റി. മേഘം മാറിയാൽ സൂര്യൻ പ്രകാശിക്കും പോലെ ഈ ആത്മസൂര്യൻ നമുക്ക് പ്രകാശിച്ചു കിട്ടും. അപ്പോൾ വളരെ യുക്തിഭദ്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകളെല്ലാം എന്ന് പറയുകയാണ്. വെറുതെ എന്തെങ്കിലും പ്രസംഗിച്ചു പോവുകയല്ല. ഇതെല്ലാം സയന്റിഫിക് ആണ്. ഇതെല്ലാം നമുക്ക് തെളിയിക്കാവുന്നതാണ്, ശാസ്ത്രീയമാണ്. അഹം മമാഭിമാനോക്തൈഃ കാമലോപാദിഭിർമലൈഃ വീതം യഥാ മനഃശുദ്ധം അദുഃഖം അസുഖം സമം. അപ്പോ എങ്ങനെയാണോ വായുനാ നീയത്തെ മേഘഃ പുനസ്തേനൈവ നീയത്തെ, അതുപോലെ മനസാ കൽപ്യത്തെ ബന്ധഃ മോക്ഷസ്തേനൈവ കൽപ്യത്തെ. മനസാ കൽപ്യത്തെ ബന്ധഃ മോക്ഷസ്തേനൈവ കൽപ്യത്തെ. മനസ്സുകൊണ്ട് കൽപ്പിച്ചതാണ് ബന്ധം. അതേ മനസ്സ് തന്നെ മോക്ഷത്തെയും കൽപ്പിക്കുന്നു. അല്ലാതെ ആത്മാവിന് ബന്ധമോക്ഷങ്ങൾ ഇല്ല. ഇപ്പൊ നമ്മുടെ മനസ്സ് ആണ് നമ്മുടെ ഈ ലോകത്തെ തന്നെ സൃഷ്ടിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും കാരണമായിരിക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. നമ്മുടെ മനസ്സിൽ നിന്നാണ് നമ്മുടെ ആഗ്രഹങ്ങളും ചിന്തകളും എല്ലാം പൊങ്ങി വരുന്നത്. ഓരോരുത്തരുടെയും സംസ്കാരത്തിനനുസരിച്ചാണ് അവരുടെ ചിന്തകൾ. അപ്പൊ സൂക്ഷ്മത്തിൽ നിന്നാണ് സ്ഥൂലത്തിന്റെ സൃഷ്ടി, അല്ലാതെ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മമുണ്ടാവുകയല്ല. നമ്മുടെ സൂക്ഷ്മത്തിൽ നിന്ന്, സൂക്ഷ്മം മനസ്സിലെ ചിന്തകൾ, അതിൽ നിന്നാണ് നമ്മുടെ സ്ഥൂലമായിട്ടുള്ള ലോകത്തെ നമ്മൾ സൃഷ്ടിക്കുന്നത്. ആസ് ദ മൈൻഡ് സോ ദ വേൾഡ്. മഹാത്മാക്കൾ പറയും, ആസ് ദ മൈൻഡ് സോ ദ വേൾഡ്. യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. ഓരോരുത്തരുടെയും മനസ്സ് എങ്ങനെയാണോ അതുപോലെയാണ് അവർ ലോകത്തെ കാണുന്നതും. അവരുടെ തുടർ പ്രവർത്തനങ്ങൾ, അവരുടെ കർമ്മങ്ങൾ, അവരുടെ സൃഷ്ടി അവരുടെ മനസ്സ് പോലെയാണ്. ആസ് ദ മൈൻഡ് സോ ദ വേൾഡ്. നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം ഭാവനകളാണോ ഉള്ളത്, നിങ്ങൾ ഈ ലോകത്തെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അതനുസരിച്ചാണ്.
ഓരോരുത്തരുടെയും സംസ്കാരത്തിനനുസരിച്ചാണ് നമ്മൾ ഈ ലോകത്തെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, പല അനുഭവങ്ങളെയും നമ്മൾ വിലയിരുത്തുന്നത്. മൂഢജനങ്ങള് മഹാത്മാക്കൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ തത്വം അറിയാതെ അവരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും പരദൂഷണം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അത് മൂഢജനങ്ങളുടെ ദൃഷ്ടിയാണ്. അവരുടെ ദൃഷ്ടിക്ക് മാത്രമേ അവർക്ക് കാണാൻ കഴിയുള്ളൂ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ സംസ്കാരം അതാണ്. അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ എത്ര അവരെ ഉയർത്താൻ ശ്രമിച്ചാലും അവർക്ക് പൊങ്ങാൻ കഴിയില്ല. സോ അവരുടെ പരിമിതമായിട്ടുള്ള അവരുടെ സംസ്കാരം കൊണ്ട് അവര് മഹാത്മാക്കളെ ദ്വേഷിക്കും, കുറ്റപ്പെടുത്തും. ഇപ്പോ നമ്മുടെ മനസ്സിനനുസരിച്ചാണ് നമ്മുടെ ലോകം എന്നുള്ളതിന് ചുരുങ്ങിയൊരു ടെസ്റ്റ് തന്നാൽ തന്നെ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഓരോരുത്തരോടും സ്വാമിജിയെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് ഇവിടെ രേഖപ്പെടുത്താൻ പറഞ്ഞാൽ എല്ലാവരും ഒരേ അഭിപ്രായമാണോ രേഖപ്പെടുത്തുക? എല്ലാവരും ഒരേ അഭിപ്രായം രേഖപ്പെടുത്തുമോ? ഇനിയിപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പരിമിതമായിട്ട് നിങ്ങൾ ഈ ദിവസവും ക്ലാസ് കാണുന്ന ആൾക്കാർ ചിലപ്പോൾ നല്ല അഭിപ്രായങ്ങൾ മാത്രം പറഞ്ഞു എന്ന് വരും. ബാക്കി ഇതിൽ കാണാത്ത ആൾക്കാരോടും കൂടി ചോദിക്കാം നമുക്ക്. എപ്പോഴെങ്കിലും വന്നു പോകുന്നവരും വല്ലപ്പോഴും വന്നു പോകുന്നവരും തീരെ വരാത്തവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരോടും ഒക്കെ അഭിപ്രായം ചോദിക്കണം. അപ്പോൾ ഓരോരുത്തരുടെയും അഭിപ്രായം വ്യത്യസ്തമായിരിക്കും. നിങ്ങളിൽ ഭൂരിപക്ഷവും ചിലപ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞു എന്ന് വരും. അത് നിങ്ങൾക്കുള്ള സ്വാമിജിയോടുള്ള സ്നേഹം കൊണ്ട്, നിരന്തരമായിട്ടുള്ളൊരു സാമീപ്യം കൊണ്ട്. ബാക്കിയുള്ളവരോട് ചോദിച്ചാൽ, പുറത്തുള്ളവരോട് ചോദിച്ചാൽ, കാണുന്നവരോടൊക്കെ ചോദിച്ചാൽ, നമ്മളോട് പലരും ബന്ധപ്പെടുന്നവരുണ്ട്, എല്ലാവരോടും ചോദിച്ചാൽ നമ്മളെ കുറ്റപ്പെടുത്താനും ധാരാളം ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ ഏതാ ശരി? നല്ലത് പറയുന്നതോ ശരി, കുറ്റപ്പെടുത്തുന്നതോ ശരി? ഏതഭിപ്രായവും നമുക്ക് അംഗീകരിക്കേണ്ടത്? ഇത് രണ്ടും വേണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഓരോരുത്തരുടെയും അഭിപ്രായം അവരവരുടെ കയ്യിലിരിക്കട്ടെ. അതൊന്നുമല്ല സ്വാമി. സ്വാമി ആരാന്ന് സ്വാമിക്കറിയാം. നിങ്ങളുടെ അഭിപ്രായത്തിലല്ല ഞാനിരിക്കുന്നത്. ആ ഉറപ്പ് എനിക്കുണ്ടെങ്കിലോ, നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ എന്നെ പുകഴ്ത്തിയാൽ ഞാൻ സീലിംഗിലേക്ക് മുട്ടൂല്ല. നിങ്ങൾ എന്നെ നിന്ദിച്ചാൽ, ഇകഴ്ത്തിയാൽ ഞാൻ പടുകുഴിയിലേക്ക് വീഴുകയുമില്ല. ഞാൻ വിഷമിക്കുകയില്ല. കുറേ പേരെന്നെ കുറ്റപ്പെടുത്തി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്ന് കരയാനും പോകുന്നില്ല. അവരുടെയൊക്കെ അഭിപ്രായം ഒന്ന് മാറ്റിമറിക്കണം എന്ന് വിചാരിച്ച് അതിനുവേണ്ടി എന്തെങ്കിലും ഷോ ചെയ്യാനും ഞാൻ പോകുന്നില്ല. നിങ്ങൾ പലരും നമ്മളെക്കുറിച്ച് മോശം പറഞ്ഞു എന്നതുകൊണ്ട് അവരുടെ അഭിപ്രായമൊക്കെ ഒന്ന് മാറ്റി അവരെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ നല്ലത് ചെയ്തേക്കാം എന്ന് വിചാരിക്കാനും ഞാൻ അത്രയ്ക്ക് മൂഢനല്ല. കാരണം എല്ലാ കാലത്തും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരാളുടെ വായ നമ്മൾ മാറ്റിമറിക്കുമ്പോഴേക്കും, ഒരാളുടെ അഭിപ്രായം മാറ്റിമറിക്കുമ്പോഴേക്കും പിന്നാലെ വേറെ ആൾക്കാർ വരും അഭിപ്രായം മാറ്റി പറയാൻ. നമുക്കതിനെ ഒഴിവുണ്ടാവുള്ളൂ. ഈ ആളുകളുടെ അഭിപ്രായത്തെ മാറ്റാൻ വേണ്ടി നമ്മുടെ ജീവിതം പാഴാക്കി കളയാം എന്ന് മാത്രമേ ഉള്ളൂ. അവർ പറയുന്നത് എന്താണെന്ന് നമ്മൾ കാതോർക്കാൻ പോയി അതിൻ്റെ പേരിൽ വിഷമിച്ച് തലപുണ്ണാക്കി അവരുടെ അഭിപ്രായം മാറ്റിമറിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം പാഴാക്കി കളയണ്ട. വെറുതെ പാഴാണ്. കാരണം ഒരാളെ നമ്മൾ കൺവിൻസ് ചെയ്താലും വേറെയും അടുത്ത ആളുകൾ ക്യൂ നിൽപ്പുണ്ട് നമ്മളെ കുറ്റപ്പെടുത്താൻ. അതുകൊണ്ട് നമ്മൾ പരിശ്രമിക്കേണ്ട കാര്യമൊന്നും ഇല്ല. നമ്മളായിട്ടിരിക്കുക.
മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് കളിക്കാനുള്ള പാവയല്ല നമ്മൾ എന്ന് നമുക്ക് നിശ്ചയം ഉണ്ടാവുക. നമ്മൾ നമ്മളായിട്ട് ഇരിക്കുക. നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്, നമ്മുടേതായിട്ടുള്ള യുണീക്നെസ് നമുക്കുണ്ട്, നമ്മളുടേതായിട്ടുള്ള നന്മകൾ നമുക്കുണ്ട്, നമ്മുടേതായിട്ടുള്ള വീക്ക്നെസ്സുകളും നമുക്കുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതിൻ്റെയൊക്കെ അനുഭവം ഞാൻ അനുഭവിച്ചോളാം. എൻ്റെ വീക്ക്നെസ്സിന്റെ ബലവും എൻ്റെ നന്മയുടെ ബലവും അതൊക്കെ അനുഭവിച്ചോളാം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് ഓരോരുത്തരുടെയും സംസ്കാരത്തിനനുസരിച്ചാണ് അവർ ലോകത്തെ കാണുന്നത് എന്നുള്ളതിനൊരു ദൃഷ്ടാന്തം പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ ഇതിൽ കുടുങ്ങിക്കിടക്കണ്ട. ആസ് ദ മൈൻഡ് സോ ദ വേൾഡ്, ആസ് ദ മൈൻഡ് സോ ദ വേൾഡ്, യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. അപ്പൊ നമ്മൾ എവിടെയാണ് കറക്ഷൻ വരുത്തേണ്ടത്? നമ്മൾക്ക് ഈ ലോകം ദുഃഖപ്രദമായിരിക്കുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിന്റെ പ്രശ്നമാണ്. നമ്മുടെ മനസ്സിന്റെ പ്രശ്നമാണ്. അപ്പൊ മനസ്സിനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സിനെ കറക്റ്റ് ചെയ്താൽ മതി. മറ്റുള്ളവരുടെ മനസ്സിനെയൊന്നും നമുക്ക് പിടികിട്ടില്ല. മറ്റുള്ളവരുടെ മനസ്സിന്റെ പുറകെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ജീവിതം സന്തുഷ്ടം ആവണമെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും നന്മകൾ കാണുന്നതാക്കി വെക്കുക, പോസിറ്റീവാക്കി വെക്കുക. ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും സന്തോഷം നൽകും. എപ്പോഴും പോസിറ്റീവ് കാണുക, എല്ലാറ്റിലും നന്മകൾ കാണുക. എല്ലാവരുടെയും കുറ്റവും കുറവുകളും കണ്ട് അതിന്റെ പുറകെ പോയി പരദൂഷണം പറഞ്ഞ് നമ്മുടെ സ്വൈരം കളയണ്ട. നമ്മൾ നശിച്ചു പോവുകയുള്ളൂ. നമ്മൾ പരദൂഷണം പറയുമ്പോൾ അവർ ചെയ്ത പാപം നമ്മൾ ഏറ്റെടുക്കുകയാണ്. അവരെന്തെങ്കിലും പാപങ്ങൾ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദോഷം നമുക്ക് വന്നു ചേരും. അവർ പാപമുക്തരായി. ഇപ്പൊ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ നമ്മൾ ദൂഷണം പറഞ്ഞ് കുറ്റപ്പെടുത്തി എന്ന് വിചാരിക്കുക. ചിലപ്പോൾ അത് അയാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു വേദന ഉണ്ടാവും, മനോവേദന. ആ വേദന വാസ്തവത്തില് ആരാണോ ഈ കുറ്റം പറഞ്ഞത്, ദോഷം പറഞ്ഞത്, അവർക്കുള്ള ഇദ്ദേഹം മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഇവർക്ക് വന്ന് ചേരും. അപ്പൊ അദ്ദേഹം വാസ്തവത്തില് ചെയ്യാത്ത കുറ്റത്തിനാണ് ഒരു പെയിൻ അനുഭവിച്ചത്. അത് തന്റെ ഏതോ പ്രാരബ്ധം കൊണ്ടാണ്, മുമ്പ് ചെയ്ത ഏതോ തെറ്റിന്റെ ഫലമാണ് ഇപ്പൊ ഈ ഒരു ചീത്തപ്പേര് കേൾക്കാൻ ഇടയായിരിക്കുന്നത്. അതുകൊണ്ട് താൻ ആ പാപഭാരത്തിൽ നിന്ന് ഇപ്പോ മുക്തനായിരിക്കുന്നു. അതുകൊണ്ട് തൽക്കാലം ആശ്വസിക്കാം. നമ്മുടെ പാക്കനാരുടെ കഥയിലോ മറ്റേ പാക്കനാരുടെ ഭാര്യ ആരെക്കുറിച്ചോ പരദൂഷണം പറഞ്ഞപ്പോ അവസാനത്തെ അട്ട നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞു, അല്ലേ? ഒരു അട്ടയുടെ കഥ എന്തോ ഉണ്ട്. അപ്പൊ അതുപോലെയാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി വെക്കാനാണ് പരിശ്രമിക്കേണ്ടത്. നമ്മുടെ മനസ്സിന് നല്ല സംസ്കാരം കൊടുക്കാനാണ് പരിശ്രമിക്കേണ്ടത്. ആ മനസ്സിൽ നിന്നാണ് നമ്മുടെ ചിന്തകളും, ചിന്തകളിൽ നിന്നാണ് പ്രവൃത്തിയും ഉണ്ടാകുന്നത്. ആ പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തുടർന്ന് തദാ പുരുഷ ആത്മാനം കേവലം പ്രകൃതേഃ പരം നിരന്തരം സ്വയം ജ്യോതി അണിമാനം അഖണ്ഡിതം ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയുക്തേന ചാത്മന പരിപശ്യത്യുദാസീനം പ്രകൃതിം ച ഹതൗജസം. ഇവിടെ അങ്ങനെ മനസ്സ് ശാന്തമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നത് തഥാ. അപ്പോൾ മനസ്സ് സമമാകുമ്പോൾ, ശാന്തമാകുമ്പോൾ, സുഖദുഃഖങ്ങളെ അതിക്രമിക്കുമ്പോൾ ആ പുരുഷൻ, പുരുഷ എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവാത്മാവ്, ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയുക്തേന ആത്മന നിരന്തരം അഖണ്ഡിതം അണിമാനം സ്വയം ജ്യോതി കേവലം പ്രകൃതേഃ പരം ഉദാസീനം ആത്മാനം പരിപശ്യതി ഹതൗജസം പ്രകൃതിം ച പരിപശ്യതി. പരിപശ്യതി കാണുന്നു, പരിതഃ പശ്യതി നന്നായി വ്യക്തമായി കാണുന്നു എന്നാണ് പരിപശ്യതി എന്ന് പറഞ്ഞാല്. വ്യക്തമായി കാണുന്നു. അന്ധൻ ആനയെ കണ്ടതുപോലെയല്ല, നല്ല കണ്ണുള്ളവൻ ആനയെ മുഴുവനായി കാണും പോലെ. പരിതഃ പശ്യതി, ആനയുടെ ചുറ്റുപാടുകളെ നന്നായി കാണുന്നു.
ആനയുടെ വാല് മാത്രം പിടിച്ചിട്ടല്ല കാണുന്നത്. പരിപശ്യതി. എന്തിനെ കാണുന്നു? ആത്മാനം പ്രകൃതിം ച, തന്നെ തന്നെയും പ്രകൃതിയെയും വ്യക്തമായി കാണുന്നു. അപ്പൊ പ്രകൃതിയെ വ്യക്തമായി കാണുന്നതിലൂടെ താൻ പ്രകൃതിയല്ല എന്നുള്ള അറിവുണ്ടാകുന്നു. ആത്മാവിനെ ദർശിക്കുന്നതിലൂടെ താൻ അതാണെന്ന് ഉറപ്പുണ്ടാവുന്നു. വ്യക്തമായി കാണുമ്പോൾ ആ വ്യക്തതയാണ് വേണ്ടത്, ശരിയായ ദർശനമാണ് വേണ്ടത്. അപ്പോൾ ഈ മനസ്സ് ശാന്തമാകുമ്പോഴാണ്, മനസ്സ് സ്വസ്ഥമാകുമ്പോഴാണ്, ശുദ്ധമാകുമ്പോഴാണ് ഈ ജീവാത്മാവ് ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയുക്തേന ആത്മന, ഇവിടെ ആത്മന എന്ന് പറഞ്ഞാൽ അന്ധക്കരണം കൊണ്ട്, മനസ്സുകൊണ്ട്, ജ്ഞാനവും വൈരാഗ്യവും യോജിച്ച ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടിയ ഭക്തിയുക്തമായ മനസ്സുകൊണ്ട്. ജ്ഞാനം, പരമാർത്ഥത്തെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം, വിവേകം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അസത്തായ വസ്തുക്കളിൽ രാഗമില്ലാതെയാവുക, അനിത്യങ്ങളായ വസ്തുക്കളിൽ രാഗമില്ലാതെയാവുക, ദ്വേഷവും ഇല്ലാതെയാവുക. അപ്പൊ രാഗദ്വേഷരഹിതവുമായ ഈശ്വര തത്വത്തോട്, ആത്മതത്വത്തോട് ഭക്തിയുള്ളതായിട്ടുള്ള മനസ്സുകൊണ്ട് എന്തിനെ കാണുന്നു? ആത്മാനം പരിപശ്യതി, ആത്മാവിനെ കാണുന്നു. ആത്മാവിനെ എന്തായിട്ട് എങ്ങനെ കാണുന്നു? നിരന്തരം. നിരന്തരം എന്ന് പറഞ്ഞാലോ ഇടതടവില്ലാത്തതായിട്ട്, കാലദേശാവതിഭ്യാം നിർമുക്തം, ഇടതടവില്ലാത്തത്, അന്തരമില്ലാത്തത് എന്ന് വെച്ചാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതും എല്ലാ കാലത്തും നിലനിൽക്കുന്നതും. കാലത്തിലും അന്തരമില്ല, ദേശത്തിലും അന്തരമില്ല, ഒരു ഗ്യാപ്പും എവിടെയുമില്ല. ഇല്ലാത്ത കാലമില്ല, ഇല്ലാത്ത ദേശമില്ല. സർവത്ര സർവവ്യാപിയായി സർവകാലത്തും നിൽക്കുന്നത്. അതാണ് നിരന്തരം എന്ന് പറഞ്ഞാൽ. അന്തരരഹിതമായത്, നിർഗതമായ അന്തരത്തോടു കൂടിയത്, സ്പേസ്ലെസ്, ടൈമിലും സ്പേസിലും ഇല്ലാതെയാവാത്തത്, നിത്യമായത്. അഖണ്ഡിതം. അഖണ്ഡിതം എന്ന് പറഞ്ഞാലും എവിടെയും ഖണ്ഡിക്കപ്പെടാത്തത്, മുറിക്കപ്പെടാത്തത്, എല്ലായിടത്തും പരിപൂർണമായിരിക്കുന്നത്. അണിമാനം. അണിമാനം എന്ന് പറഞ്ഞാൽ അത്യന്തം സൂക്ഷ്മമായിരിക്കുന്നത്, അണുപോലെ അളവോട് കൂടിയത്, സൂക്ഷ്മമായിരിക്കുന്നത്. സ്ഥൂലമായിരിക്കുന്നതാണ് ഖണ്ഡിക്കപ്പെട്ട് കാണുന്നത്. പാർട്ട് പാർട്ടായി മുറിക്കപ്പെട്ട് കാണുന്നതെല്ലാം സ്ഥൂലങ്ങളാണ്. സൂക്ഷ്മം കാണുമ്പോഴേ മുറിക്കപ്പെടാതെ കാണാൻ പറ്റുള്ളൂ. ആകാശത്തിന്റെ തത്വം ശരിക്കും അറിഞ്ഞുകൊണ്ട് ആകാശത്തെ കാണുമ്പോൾ ആകാശത്തിൽ വിഭജനങ്ങൾ ഇല്ലാതെ കാണാം. അഖണ്ഡിതമായ ആകാശത്തെ കാണാം. അതല്ലെങ്കിൽ ആകാശം പരിച്ഛിന്നമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അണിമാനം, സൂക്ഷ്മമായിട്ട്. സ്വയം ജ്യോതിഹി, ആരെയും ആശ്രയിക്കാതെ സ്വപ്രകാശമായിരിക്കുന്നത്, എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്നത്. ഏത്? ഈ ആത്മ. സ്വയം ജ്യോതിഹി. കേവലം. കേവലം എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു വസ്തുവുമായിട്ട് സംഘമില്ലാത്തത്. രണ്ടാമതൊരു വസ്തു ഇതിനെ താങ്ങി നിർത്തുന്നില്ല. ഇത് സ്വയം ഏകമാണ്. അതാണ് കേവലം. പ്രകൃതേഹേ പരം. പ്രകൃതിയിൽ നിന്ന് അതീതം. പ്രകൃതിയുടെ ഗുണങ്ങളോ ദോഷങ്ങളോ ഒന്നും ബാധിക്കാത്തത്. പ്രകൃതി നശിച്ചാലും നശിക്കാത്തത്. പ്രകൃതിയുടെ ഭേദങ്ങളോ വികാരങ്ങളോ ഒന്നും തന്നെ ഈ ആത്മാവിനെ ബാധിക്കുന്നില്ല. അങ്ങനെ പ്രകൃതേഹേ പരം. ഉദാസീനം. ഉദാസീനം, എല്ലാറ്റിനും ഉപരിയായി ഇരിക്കുന്നത്. ആസീനം, മുകളിലിരിക്കുന്നത് എന്ന് പറഞ്ഞാലോ ഒന്നിലും ഇൻവോൾവ്ഡ് അല്ലാതെ. ഏതെങ്കിലും പ്രകൃതിയിൽ മാറ്റമുണ്ടാകുമ്പോൾ മാറിപ്പോകുന്നതല്ല ഈ പുരുഷൻ, ആത്മ. അതെല്ലാറ്റിനും അതീതമായിരിക്കുന്നു, അധ്യക്ഷനായിരിക്കുന്നു, സാക്ഷിയായിരിക്കുന്നു. എല്ലാ മാറ്റങ്ങളും നടക്കുമ്പോഴും മാറാതെ ഇരിക്കുന്നു. ഉദാസീനം. അങ്ങനെയുള്ള ആത്മാനം, ആത്മാവിനെ ദർശിക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമായാലാണ് നമുക്ക് നമ്മുടെ ആത്മാവിനെ ദർശിക്കാൻ കഴിയുക. അതാണ് കഴിഞ്ഞ ശ്ലോകത്തില് മനഃശുദ്ധം അദുഃഖം അസുഖം സമം എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സ് സമാവസ്ഥയെ പ്രാപിച്ചാൽ
ശാന്തമായി തീർന്നാൽ, ശുദ്ധമായി തീർന്നാൽ, അപ്പോഴാണ് ഈ പുരുഷന് തന്റെ സ്വരൂപം ഈ ലക്ഷണങ്ങളോടുകൂടി അറിയാൻ കഴിയുക. ഇതൊക്കെ പുരുഷന്റെ ലക്ഷണം പറഞ്ഞതാണ്. എന്തൊക്കെയാണ് ലക്ഷണം പറഞ്ഞത്? നിരന്തരം, അഖണ്ഡിതം, അണിമാനം, സ്വയം ജ്യോതി, കേവലം, പ്രകൃതേ പരം, ഉദാസീനം. അങ്ങനെയുള്ള ആത്മാനം പരിപശ്യതി, നന്നായി കാണുന്നു. ഒരു ജലാശയം തെളിഞ്ഞ് നിശ്ചലമായി കഴിഞ്ഞാൽ അതിന്റെ അടിയിലുള്ള വസ്തുക്കൾ തെളിഞ്ഞു കാണാം. ഒരു മൊട്ടുസൂചി പോലും തെളിഞ്ഞ് ശാന്തമായിരിക്കുന്ന ജലാശയത്തിൽ നമുക്ക് തെളിഞ്ഞു കാണാം. നേരെ മറിച്ച് കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജലാശയത്തിന്റെ അടിയിൽ വലിയ സാധനങ്ങൾ പോലും നമുക്ക് കാണാൻ പറ്റില്ല. എത്ര വലിയ സാധനം കൊണ്ടുവച്ചാലും മുകളിലുള്ള ജലം കലങ്ങി മറിഞ്ഞതാണെങ്കിൽ അതിന്റെ അടിയിൽ എന്താ ഉള്ളതെന്ന് ഒരു ഐഡിയയും നമുക്ക് കിട്ടില്ല. അപ്പൊ അതുപോലെയാണ് നമ്മുടെ ഈ അന്ധക്കരണം ഒരു ശുദ്ധ ജലാശയം പോലെ ശാന്തമായിരിക്കുമ്പോൾ. ഇളക്കവും പാടില്ല. ഇളക്കിയാൽ ഉള്ളിലുള്ള ദർശനത്തിന് വൈകല്യമുണ്ടാകും. 1 4 10 ഒക്കെ കാണും. ചിലപ്പോൾ വെള്ളം ഇളകിക്കൊണ്ടിരുന്നാൽ ഒരു നാണയം അതിന്റെ അടിയിലുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അടിയിൽ ഒരു നാണയേ ഉള്ളൂ. പക്ഷെ ജലം ഇളകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1 പകരം 4 ചിലപ്പോൾ തോന്നും. അതിന് വൈകല്യമുള്ളതായിട്ടും കാണും. ഷെയ്പ്പൊക്കെ വ്യത്യാസം തോന്നും. അപ്പോൾ വെള്ളം ഇളകാനും പാടില്ല. വെള്ളം ശുദ്ധവുമാകണം. ശുദ്ധമല്ലെങ്കിൽ തീരെയും കാണില്ല. അപ്പൊ ജലാശയത്തിന്റെ അടിയിലുള്ള ഒരു മൊട്ടുസൂചി പോലും നമുക്ക് കാണാൻ എങ്ങനെ വേണം? ശാന്തമാകണം, ശുദ്ധമാകണം, പ്രകാശവും വേണം, വെളിച്ചം വേണം. വെളിച്ചവും വേണം, ശാന്തമാവണം, ശുദ്ധമാകണം. അതുപോലെ നമ്മുടെ അന്ധക്കരണം വെളിച്ചമുള്ളതും ശാന്തവും ശുദ്ധവുമായാൽ നമ്മുടെ ആത്മസ്വരൂപം നല്ലതുപോലെ പ്രകാശിക്കും. അപ്പോൾ ആത്മസ്വരൂപത്തെ നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മുടെ സ്വരൂപമാണ്. നമ്മളെ വിട്ട് എവിടെയും പോകുന്നതല്ല. എപ്പോഴും നമ്മുടെ കൂടെ നിത്യമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ളതിനെ കാണാനുള്ള കഴിവ് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ നമ്മുടെ അന്ധക്കരണത്തിന്റെ ദോഷം കൊണ്ടാണ്. അതിനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. ഈ ദോഷമാണ് നീക്കേണ്ടത്. ചിത്തവൃത്തി നിരോധമാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് കാണുന്നു? പ്രകൃതിം ച ഹതൗജസം. ഹതൗജസം പ്രകൃതിം ച. ഓജസ് നഷ്ടപ്പെട്ട പ്രകൃതിയെ കാണാം. എങ്ങനെയാ ഓജസ് നഷ്ടപ്പെടുന്നത് വെച്ചാൽ നമ്മൾ രഹസ്യം അറിയുന്നതോടുകൂടി ഈ പ്രകൃതിക്ക് പിന്നെ നമ്മളെ സ്വാധീനിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ഈ പ്രകൃതി ഇപ്പൊ നമ്മളെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് മഹത്വം നമ്മൾ കൽപ്പിച്ചത് കൊണ്ടാണ്. പ്രകൃതി നമ്മളെ പിടിച്ച് ഉലച്ചിരിക്കുകയാണ്. പ്രകൃതിക്ക് ശക്തി നമ്മൾക്ക് തന്നെ കൊടുത്തതാണ്, കൽപ്പിച്ചു കൊടുത്തതാണ്, അതിന്റെ മഹത്വം കൽപ്പിച്ചിട്ട്. നേരെ മറിച്ച് പ്രകൃതിയുടെ ജഡത്വം നമ്മൾ തിരിച്ചറിഞ്ഞാൽ, പ്രകൃതി ഈ പറഞ്ഞ ആത്മാവിന്റെ ലക്ഷണങ്ങൾക്കൊക്കെ വിരുദ്ധ ലക്ഷണത്തോടു കൂടിയതാണ്. ഇപ്പൊ നമ്മള് ഇവിടെ എന്തൊക്കെ പറഞ്ഞു? നിരന്തരം, അഖണ്ഡിതം, അണിമാനം, സ്വയം ജ്യോതി, കേവലം, പ്രകൃതേഹേ പരം, ഉദാസീനം. ഇത്രയും ലക്ഷണങ്ങൾ ആത്മാവിന്റെ ലക്ഷണങ്ങളാണെങ്കിൽ പ്രകൃതിയുടെ ലക്ഷണം ഇതിനൊക്കെ വിരുദ്ധമാണ്, തലകീഴായിട്ടാണ്. നിരന്തരം അല്ല. പ്രകൃതി നിരന്തരമല്ല. കാലദേശ അവധിക്ക് പരിധിക്ക് ഉള്ളിലാണ് പ്രകൃതി. കഷ്ണം കഷ്ണമായിട്ടിരിക്കുന്നതാണ്. കാലത്തിലും ദേശത്തിലും ഇല്ലാത്തതാണ്, നശിക്കുന്നതാണ്, പാർട്ടായിട്ടിരിക്കുന്നു. അഖണ്ഡിതമല്ല, ഖണ്ഡിതമാണ് പ്രകൃതി. അണിമാനം, സൂക്ഷ്മമാണ് ആത്മാവെങ്കിൽ അതിൽ സ്ഥൂലമാണ് പ്രകൃതി. സ്വയം ജ്യോതിസ്സാണ് ആത്മാവെങ്കിൽ തസ്യഭാസ സർവമിതം വിഭാതി. ആ സ്വയം ജ്യോതിയായ ആത്മാവിന്റെ പ്രകാശം കൊണ്ട് മാത്രമാണ് ഈ പ്രകൃതി പ്രകാശിക്കുന്നത്. പ്രകൃതിക്ക് സ്വയം പ്രകാശമില്ല, അത് ജഡവുമാണ്. കേവലം, ആത്മാ കേവലമാണ്, പ്രകൃതി അനേകമാണ്. പ്രകൃതേഹേ പരം, ആത്മാ പ്രകൃതേഹേ പരം. പ്രകൃതി തന്നെ പ്രകൃതിയുടെ ഉള്ളിലാണ്, പരമാവില്ല. മാറ്റങ്ങൾക്ക്, വികാരങ്ങൾക്ക് അടിമയാണ് പ്രകൃതി. അതുപോലെ ഉദാസീനം, ആത്മാ ഉദാസീനം. പ്രകൃതി താഴെ ഇരിക്കുന്നതാണ്. ആത്മാ മുകളിലിരിക്കുന്നതാണെങ്കിൽ പ്രകൃതി താഴെ ഇരിക്കുന്നതാണ്, എല്ലാ വികാരങ്ങൾക്കും വിധേയമാകുന്നതാണ്. അപ്പൊ വിപരീത ലക്ഷണങ്ങളാണ് പ്രകൃതിക്കും പുരുഷനും.
ഈ വിപരീത ലക്ഷണങ്ങളെ വെച്ചിട്ട് വേണം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിൽ നിന്ന് തിരിച്ചറിയാൻ നമുക്ക് അതിന്റെ രണ്ടിന്റെയും ലക്ഷണങ്ങൾ അറിയണം. ലക്ഷണങ്ങൾ അറിഞ്ഞാൽ മാത്രമേ രണ്ടിനും തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒന്നിന് പകരം മറ്റതിനെ അതാണെന്ന് തിരിച്ച് ധരിക്കും നമ്മൾ. രാമനെ കൃഷ്ണനായും കൃഷ്ണനെ രാമനായും ധരിക്കാം അറിവില്ലെങ്കിൽ, രണ്ടുപേരുടെയും ലക്ഷണങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ. അതുപോലെ ഇവിടെ പ്രകൃതിയെയും പുരുഷനെയും നമ്മൾ ലക്ഷണങ്ങൾ വെച്ച് വ്യക്തമായി തരംതിരിച്ചു കഴിയുമ്പോൾ പ്രകൃതി ഹതൗജസ, ഓജസ് നഷ്ടപ്പെട്ടതായി തീരുന്നു. അതിനൊരു പ്രസക്തിയുമില്ലാതെയാവുന്നു, നിസ്സാരമായി തീരുന്നു. പിന്നെ ആ പ്രകൃതിക്ക് നമ്മളെ സ്വാധീനിക്കാൻ കഴിയില്ല. അതാണ് ഇവിടുത്തെ ആ ചൈതന്യ ജഡങ്ങളെ വേർതിരിച്ച്, പ്രകൃതി പുരുഷനെ വേർതിരിച്ച്, പുരുഷസ്വരൂപം ആത്മസ്വരൂപം ചൈതന്യമാണ് എന്നറിഞ്ഞുകൊണ്ട് അതിലുള്ള ഇരുപ്പാണ് മോക്ഷം, നിർവാണം. പ്രകൃതിയിലുള്ള ഇരുപ്പാണ് സംസാരം. പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ ഐഡന്റിഫിക്കേഷനും ആ പ്രകൃതിയിലുള്ള ഇരുപ്പിനെയാണ് സംസാരം എന്ന് പറയുന്നത്. സംസാരത്തിൽ നിന്ന് മോചനം വേണോ? പ്രകൃതിയിൽ നിന്നുള്ള മോചനമാണ് വേണ്ടത്. പുരുഷസ്വരൂപത്തെ അറിയലാണ് വേണ്ടത്. അതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ അതിലേക്ക് ഏറ്റവും എളുപ്പ വഴി അമ്മയെ പോലെയുള്ളവർക്ക് ഭക്തിയോഗമാണ് എന്ന് പറയുകയാണ് അടുത്ത ശ്ലോകം. നമുക്ക് ഇന്ന് സമയം അതിക്രമിച്ചതുകൊണ്ട് നിർത്താം. ഭക്തിയിലേക്ക് വരികയാണ് അടുത്ത ശ്ലോകം തൊട്ട്. ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം, മനസ്സിനെ ശാന്തമാക്കാൻ, സ്വസ്ഥമാക്കാനുള്ള എളുപ്പ വഴി ഭക്തിയാണ്. ആ ഭക്തിയെക്കുറിച്ച് നമുക്ക് നാളെ കാണാം. ഹരിയോ. നാളെ 29-ാം തീയതി. ഓക്കെ, ഹരിയോ. 30-ാം തീയതി ഞായറാഴ്ച നമുക്ക് രാവിലെ ക്ലാസ് എടുക്കാൻ പറ്റില്ല, വേറൊരു ക്ലാസ് ഉണ്ട്. ഓൺലൈനായിട്ട് തന്നെ അവർക്ക് എടുക്കണം. ദേവി മഹാത്മ്യം നോക്കാം, വൈകുന്നേരം പറ്റുമോ നോക്കാം ഞായറാഴ്ച. ഓക്കെ, അപ്പം നാളെ ക്ലാസ് യഥാസമയം. ഹരിയോ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ കാണാം.